വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ നാടെങ്ങും ഒരുങ്ങുകയാണ്. അതിരുകളില്ലാത്ത രാഷ്ട്രീയ സംവാദമാണ് ജനാധിപത്യത്തിൻ്റെ മാധുര്യം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രശ്നങ്ങളെ ഇഴകീറി പരിശോധിക്കുകയാണ് വെട്ടം ടെലിവിഷൻ. ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ ജനാധിപത്യത്തിൽ ഇന്ന് നിറമരുത്തൂർ പഞ്ചായത്തിലെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി UDF-നെ പ്രതിനിധീകരിച്ച് ഇസ്മായിൽ പുതുശ്ശേരി നിലവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, UDF-ന്റെ പ്രതിനിധിയാണ്. LDF-നെ പ്രതിനിധീകരിച്ച് ശ്രീ KT ശശി, അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അംഗമാണ്, CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. NDA പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ കൃഷ്ണകുമാർ KP BJP-യുടെ താനൂർ മണ്ഡലം സെക്രട്ടറിയാണ്. നമ്മൾ 3 സെഗ്മെൻറ്റുകളായിട്ടാണ് ഈ സംവാദത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ സെഗ്മെൻറ്റിൽ 3 പ്രതിനിധികളും നമ്മുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കും. അവർക്കതിനുള്ള സമയം 5 മിനിറ്റാണ്. ശേഷം ഓരോ മുന്നണിയിൽ നിന്നും 2 പേർക്ക് അവരോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുശേഷം രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നമ്മുടെ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള അടിസ്ഥാന വികസന കാര്യങ്ങളും വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന സെഗ്മെൻറ്റാണ്. 3 പ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ട മുന്നണിയുടെ നിലപാടുകൾ വിശദീകരിക്കും. ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. അതിലും 2 പേർക്കാണ്, ഒരു മുന്നണിയിൽ നിന്ന് 2 പേർക്കാണ് ചോദ്യം ചോദിക്കാനുള്ള അവസരം. അവസാന സെഗ്മെൻറ്റിൽ ഇനി വരുന്ന നാളുകളിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാൽ തൻ്റെ മുന്നണിയുടെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ വിശദീകരിക്കാനുള്ള സെഗ്മെൻറ്റാണ്. ആ സെഗ്മെൻറ്റിലോടുകൂടി നമ്മുടെ ഈ സംവാദം പൂർത്തീകരിക്കുകയാണ്. ആദ്യമായി നിലവിൽ നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. UDF-ന്റെ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി. സംസ്ഥാന ദേശീയ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പിനെയും മലയാളിക്ക് നേരിടാൻ കഴിയില്ല. മലയാളി എന്ന് പറഞ്ഞാൽ അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ അവൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരുന്നവനാണ്, ചർച്ചയിൽ കൊണ്ടുവരുന്നവനാണ്. ആ നിലയ്ക്ക് UDF-ന്റെ നിലവിലുള്ള ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ, ദേശീയ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അവരുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇങ്ങനെ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കിയ വെട്ടം ടെലിവിഷൻ ചാനലിൻ്റെ അതിൻ്റെ അണിയറ ശില്പികളെയും അഭിനന്ദിക്കുകയാണ്. ജനാധിപത്യം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജീവവായുവാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രശില്പികൾ ഈ രാജ്യത്തിന് കനിഞ്ഞേകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ലോകത്ത് തന്നെ മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ജനാധിപത്യത്തെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുമ്പോൾ അടുക്കള തൊട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കണമെന്നുള്ള വെട്ടം ചാനലിൻ്റെ ആ കാഴ്ചപ്പാടിനെയും അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ നിലക്ക് ഇവിടെ അധിവസിക്കുന്ന ഓരോ പൗരനും അവൻ്റെ ജനാധിപത്യ ബോധവും പൗരബോധവും എല്ലാം സംരക്ഷിക്കപ്പെടുന്ന ഭരണകൂടങ്ങളാണ് രാജ്യത്ത് എക്കാലവും നിലനിൽക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും കലവറയിൽ തന്മയത്വം ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിൻ്റെ ശ്രേയസ്സും അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന ഓരോ പൗരനും ആത്യന്തികമായും വേണ്ടത് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഓരോ പൗരനും ഉണ്ടാകുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ രാജ്യത്തെ
ഒരു പ്രത്യേക വിഭാഗത്തിന് സമാധാനം നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് രാജ്യത്തിൻ്റെ ഭരണക്രമം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാനപരമായി ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും രാജ്യത്തെ ദൈനംദിന പ്രവർത്തനങ്ങളും എല്ലാ സമൂഹത്തിനും ഗുണപരമായി ഭവിക്കുന്നതിനപ്പുറത്ത് നമുക്കറിയാം, രാജ്യത്തെ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ സങ്കീർണ നിറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്താണ് SIR എന്ന് പറയുന്ന ഒരു എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ഭയചകിതരാണ്. ഇപ്പോൾ നമുക്കറിയാം, ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 10-60 ലക്ഷം ആളുകൾക്ക് അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, ആസാമിൽ അതിനോട് അതേപോലെ തന്നെ അതിൻ്റെ തനിയാവർത്തനം നടന്നപ്പോൾ, കേരളത്തിൽ നേരെ ബീഹാർ കഴിഞ്ഞ് കേരളത്തിലേക്ക് അത് വരുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ സങ്കീർണതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഇവിടുത്തെ മുസ്ലിം ലീഗ് പാർട്ടി അടക്കം കോൺഗ്രസ് പാർട്ടി അടക്കം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഇത് നീട്ടിത്തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയും ജനാധിപത്യ ബോധം ഈ ഭരിക്കുന്ന ദേശീയ തലത്തിലുള്ളവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് നമ്മുടെ രാജ്യം ആശങ്കയോടുകൂടി കാണുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്ന് വിലക്കയറ്റമാണ്. പെട്രോളിൻ്റെ വില, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിന് 10 പൈസ കൂട്ടിയിട്ടാണ് നമ്മുടെ മൻമോഹൻ സിംഗിനെതിരെ വളരെ വലിയ സമരങ്ങൾ ഈ രാജ്യം കണ്ടത്. ഇന്ന് 10 പൈസയല്ല, 10 രൂപയല്ല, വലിയ വിലക്കയറ്റം ഗ്യാസിൻ്റെ പേരിലുണ്ടായി. 400 ഉള്ളത് ഇപ്പോൾ 800-ഉം 850 രൂപയായെങ്കിൽ അതേപോലെ തന്നെയാണ് വിലക്കയറ്റം ദേശീയ തലത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ഓരോ പൗരനും സമാധാനവും, രാജ്യത്തെ ഓരോ പൗരനും അവൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ അവനെയൊക്കെ തന്നെ ഭയചകിതരായി നിർത്തുന്ന ഒരു ഭയപ്പാടിൻ്റെ രാഷ്ട്രീയമാണ് ദേശീയ തലത്തിൽ നമ്മുടെ സമൂഹത്തിനടുത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ ജാതിമത ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിൻ്റെ ഇടയിലുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനപരമായി ജീവിക്കാൻ, ഇപ്പോൾ നമുക്കറിയാം ദേശീയ രാഷ്ട്രീയം അത്തരത്തിലുള്ള സങ്കീർണതകളുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയം അതിനേക്കാൾ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാം. നമുക്കറിയാം, ഇവിടെ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഇവിടെ ഏറ്റവും പ്രയാസമുള്ളത് എന്താ പറയുക, നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഒന്നായിട്ട് അടിച്ചുകൊണ്ടേന്നാണ് പറഞ്ഞ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും. കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ശബരിമലയിലെ വാതിൽ ഒന്നായിട്ട് അടിച്ചുകൊണ്ടതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ ശ്രമിക്കുമെന്നുള്ള ആ രൂപത്തിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് മാറി എന്നുള്ളത് വളരെ വിചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരും ആരാധനയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന ആരാധനാപാത്രങ്ങളായിട്ടുള്ളവരെ വരെ എന്തിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയപരമായി അദ്ദേഹം 2 പേര് അറസ്റ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായും നമ്മുടെ ബിനോയ് വിശ്വൻ ഒരിക്കൽ പറഞ്ഞ് 2 കൊല്ലം മുമ്പ്, അവിടെ വരിക്കുന്നത് കോട്ടിട്ട മോടിയാണെങ്കിൽ ഇവിടെ വരിക്കുന്നത് തുണിയെടുത്ത മോടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇത് പരസ്പര പൂരകങ്ങളായി പരസ്പരം കൊള്ളലും കൊടുക്കലും എന്നുള്ള രൂപത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുന്നത് എന്ന് ഞാനല്ല പറഞ്ഞത്. അപ്പോൾ അവരുടെ പാർട്ടിക്കകത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് ഒരു കൊടുക്കലും വാങ്ങലും എന്നുള്ള രാഷ്ട്രീയം ദേശീയ തലത്തിൽ അവരെ ആ രൂപത്തിൽ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമായാലും അവിടെ ഭരിക്കുന്ന NDA ആയാലും ആ രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തുമ്പോൾ നമുക്കിവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് സാധാരണ പൗരനാണ് എന്നുള്ള ഒരു വലിയ ഒരു പ്രയാസം നിലനിൽക്കുന്നുണ്ട്. കൃത്യമാണ് ഇസ്മായിൽ സാഹിബ് തങ്ങളുടെ നിലപാടുകൾ. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നവരായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷവും അതിനപ്പുറം തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അടുത്തതായി ശ്രീ KT ശശി, അദ്ദേഹം LDFിൻ്റെ പ്രതിനിധിയാണ്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ നിലപാടുകൾ LDFിൻ്റേത് താങ്കൾ വിശദീകരിക്കൂ. ആദ്യമായി നമ്മുടെ വെട്ടം ചാനൽ ഇത്തരത്തിലേക്കൊരു വേദി ഒരുക്കി തന്നതിൽ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രാജ്യത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ദീർഘമായിട്ടുള്ള സമയം ആവശ്യമാണ്. ആകെ തന്നത് 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ്. ഇവിടെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഫെഡറലിസത്തിനും ഏറ്റവും വലിയ കളങ്കമേൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ പോകുന്നത്. ഒരു ഭരണകർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ആ നാട്ടിലെ മനുഷ്യരെ
ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ ക്ഷേമത്തിനും അവരുടെ വികസനത്തിനും അവരുടെ സുരക്ഷിതത്തിനും വേണ്ടി ഭരണകർത്താവ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ അവരെ വലിയ തോതിലേക്ക് പ്രയാസപ്പെടുത്തുന്നതിലേക്ക് പോകുന്നു എന്നുള്ളത് നിർഭാഗ്യവശാൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ NDA ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങളുടെ മേൽ ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടൊരു നോട്ട് നിരോധനം, ആർക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നോട്ട് നിരോധനം എന്നുള്ളത് ഇന്നും ചരിത്രത്തിൻ്റെ താളുകളായിരുന്നാലും അതുപോലെ തന്നെ ഗവേഷകരായിരുന്നാലും ഈ രാജ്യത്തെ 142 കോടി ജനങ്ങളും ഒന്നടക്കം ചോദിക്കുന്നത് എന്തിനു നോട്ട് നിരോധിച്ചു, എന്തിനു വേണ്ടി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അടുത്ത ദിവസം കൊണ്ടുവന്നുള്ള തൊഴിൽ നിയമങ്ങൾ. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തൊഴിലാളികൾ എന്ന് പറയുന്നത്, കർഷകർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഖനിത്തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഒരു ഗവൺമെൻറ് തൊഴിലാളികളോട് സ്വീകരിക്കുന്ന നയം, തൊഴിൽ നിയമങ്ങളിൽ വലിയ തോതിലേക്കുള്ള തിരുത്തലുകൾ വന്ന് തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് സുരക്ഷിതത്വമില്ല എന്ന രീതിയിലേക്ക് മാറുന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ നമുക്കറിയാം, ഏകദേശം 1 കൊല്ലത്തോളം ഇന്ത്യയിലെ കർഷകർ, നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്രാവാക്യം തന്നെ കർഷകരാണ് ഇന്ത്യയുടെ നട്ടെല്ല് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ കർഷകർ 1 കൊല്ലത്തോളം നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിനകത്ത് സമരം ചെയ്യുകയാണ്. അവർ പുതുതായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടല്ല, അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അത്രയും ദുരിതപൂർണമായ ഒരു സംവിധാനത്തിലേക്ക് ഒരു ഭരണകർത്താവ് മാറുക എന്നത് രാജ്യത്തിന് ഭൂഷണമല്ല, അത്തരത്തിലേക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിക്കൊണ്ട്. അതേപോലെ തന്നെ GST നികുതിയുമായി ബന്ധപ്പെട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 28 സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായിട്ട് എതിർക്കുമ്പോൾ പലരും പരസ്യമായിട്ട് എതിർക്കുന്നു, ചിലർ രഹസ്യമായിട്ട് എതിർക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ GST നിയമം കൊണ്ടുവന്ന് കൃത്യമായിട്ട് നികുതിയുടെ കൃത്യമായി വിഹിതം, നിയമപരമായ വിഹിതം, കരാറുള്ള പ്രകാരമുള്ള വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ പോലും സമീപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് ഗവർണർ ഉൾപ്പെടെ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഉള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകർത്താക്കളെയും അതുപോലെ തന്നെ ഒരു വിഭാഗം ജനങ്ങളെയും വേട്ടയാടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ്. ഇതൊന്നും ഒരു ഭരണകർത്താവിന് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് ഭൂഷണമല്ല എന്നാണ് സംസ്ഥാനത്തെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. മറ്റൊന്ന് സംസ്ഥാന രാഷ്ട്രീയം വളരെ നിർഭാഗ്യകരമായ ഒരു അഭിപ്രായമാണ് എൻ്റെ ബഹുമാനനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ശബരിമലയുടെ സ്വർണ്ണപ്പാളി സാമ്പത്തിക പ്രതിസന്ധിക്ക് എടുത്തു. ശബരിമലയുടെ സ്വർണ്ണപ്പാളി ആരാണോ കൊണ്ടുപോയത്, ആരാണോ എടുത്തത്, ആരാണോ അത് ഉപയോഗിക്കുന്നത്, അത് കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഇപ്പോൾ കേന്ദ്രത്തിന് എല്ലാ ഏജൻസികളും വരുന്നുണ്ടല്ലോ അത് അന്വേഷിക്കാൻ. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അവരന്വേഷിക്കട്ടെ, ആരാണ് എടുത്തതെങ്കിൽ അവരത് കൃത്യമായിട്ട് ശിക്ഷയ്ക്ക് വിധേയമാക്കണം. നമ്മളെല്ലാവരും വിശ്വാസിയാണ്. എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാൻ എനിക്ക് എവിടെയോ ഒരു മടിയില്ലാത്ത ഒരാളാണ്. ഞാൻ വിശ്വാസത്തിൻ്റെ പാതയിൽ ജനിച്ച ഒരാളാണ്, ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. വിശ്വാസത്തെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല എന്നതാണ് ഈ സമരത്ത്. ഇതേപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, 1992 നമ്മളെ ബാബരി മസ്ജിദ് പൊളിച്ചത്. ആ സമയത്ത് പോലും ഇല്ലാത്തൊരു വികാരമാണ് ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് ഖേദകരമായി പോയി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സംസ്ഥാനത്തിനകത്ത് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 9.25 കൊല്ലക്കാലം കൊണ്ട് സംസ്ഥാനത്തിനകത്ത് എതിരാളികൾ പലതും വിമർശിക്കുന്നുണ്ടെങ്കിലും കേരളത്തിനകത്ത് ആദ്യമായിട്ടൊരു ഇടതുപക്ഷ ഗവൺമെൻറ് വരാൻ കാരണം ആ നേരത്തെ ഉണ്ടായിരുന്ന 2016 മുതൽ 2021 വരെയുള്ള ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പിന്തുടർച്ചയായി രണ്ടാമതൊരു അധികാരത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പെൻഷനായിരുന്നാലും അതുപോലെ തന്നെ ആശുപത്രികളുടെ കാര്യത്തിലായിരുന്നാലും ദേശീയപാതയുടെ കാര്യത്തിലായിരുന്നാലും മലയോര പാതയുടെ കാര്യത്തിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിലായിരുന്നാലും തൊഴിൽ മേഖലയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ ഈ കേരള സംസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മാതൃകയായി, ഇന്ത്യക്ക് മാതൃകയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്. ഇടതുപക്ഷ പ്രതിനിധിയുടെ നിലപാടുകൾ വളരെ വ്യക്തമായി അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഫെഡറൽ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പല നടപടികളെയും മറികടന്നുകൊണ്ട് നാട്ടിൽ ഒരു സാമൂഹിക സേവനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അടുത്തതായി BJPയുടെ പ്രതിനിധി കൃഷ്ണകുമാർ KP, താങ്കൾ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് പെട്ടെന്ന് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം നമ്മുടെ വെട്ടം ചാനലിന് നന്ദി അറിയിക്കുന്നു, ഇങ്ങനെ ഒരു ജനാധിപത്യം എന്ന പരിപാടി അവതരിപ്പിക്കുന്നതിന്. നമുക്കറിയാം, 13 ദിവസവും 13 മാസവും പിന്നീട് 6 വർഷക്കാലവും ആരെയും അസൂയപ്പെടുത്തുന്ന ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയി കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഭാരതത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന്. അതേ ചിന്തകളും അതേ പ്രവർത്തനങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആരാധ്യനായ നരേന്ദ്രമോദി 2014 ഇന്ന് വരെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഓരോ തവണയും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഓരോ തവണയും ഭൂരിപക്ഷത്തോടു കൂടി വോട്ട് നേടി തന്നെയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ഒരു തത്വത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമാണ് പറയാൻ 100 കാരണങ്ങളുള്ളത്. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിയത് മുതൽ, അതായത് കിസാൻ സമ്മാൻ നിധി പോലെയുള്ള പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസ്, നമ്മുടെ റേഷൻ കട വഴി ഗരീബ് കല്യാൺ യോജന തുടങ്ങി 100 കാര്യങ്ങൾ, എക്സ്പ്രസ് ഹൈവേ, വന്ദേ ഭാരത്, കോവിഡ് സമയത്ത് പ്രവാസികളെ നാട്ടിലേക്ക് എത്തിച്ച വന്ദേ ഭാരത് മിഷൻ, 100 കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് അവകാശപ്പെട്ടതും പറയാനുള്ളതും. ഇത് ഇവിടെ ചോദിച്ചതിന് എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയുമോ? 2 ചോദ്യങ്ങൾക്ക് നിലപാടുകൾ വിശദീകരിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, നമുക്കറിയാം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. UDF ആവട്ടെ LDF ആവട്ടെ, ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല അവർ ചെയ്യുന്നത്, ഒട്ടനവധി അഴിമതികളുണ്ട്. ഏത് മേഖല, നമുക്ക് സഹകരണ ബാങ്ക് മേഖല എടുത്തു കഴിഞ്ഞാൽ കരിവന്നൂരിൻ്റെ സ്ഥിതി നമുക്കറിയാം. അങ്ങനെ 100 അഴിമതികളാണ് LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. UDFൻ്റെ സ്ഥിതി എന്താണ് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടാണ് NDA മുന്നോട്ട് പോകുന്നത്. ഒരിക്കലുമില്ല. ഈ പറഞ്ഞ മാതിരി SIRൻ്റെ പേരിൽ മുസ്ലിം ലീഗ് കൊടുത്ത പരാതി അത് നീട്ടിക്കിട്ടണമെന്ന് മാത്രമാണ്, അല്ലാതെ മാറ്റിവെക്കണമെന്നല്ല. പിന്നെ ബീഹാറിനെ കുറിച്ച് സംസാരിക്കുക, ഏത് സംസ്ഥാനങ്ങൾ നിങ്ങൾ എടുത്താലും അവിടെയൊന്നും ഒരു വിവേചനമില്ലാതെ എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വികസനമെന്ന രീതി മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വരും സമയങ്ങളിൽ ഇവിടുത്തെ വികസന ചർച്ചകളിൽ ഞാനെല്ലാം വിശദമാക്കാം. BJP പ്രതിനിധിയുടെ NDA പ്രതിനിധിയുടെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. കേന്ദ്രത്തിന് വിവേചനമില്ലാത്ത വികസനമാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തർക്കങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇവർ ഒരു മുന്നണി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ചോദ്യങ്ങളുടെ സെഗ്മെൻ്റാണ്. ആദ്യം ഇസ്മായിൽ സാഹിബിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. LDF NDA മുന്നണികളിൽപ്പെട്ട 2 പേർക്ക് വീതമാണ് അത് ചോദിക്കാനുള്ളത്. ആദ്യമാർക്കാണ് ചോദ്യം. ദേശീയ സംസ്ഥാന രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്, അതുമായി ബന്ധപ്പെട്ട ചോദ്യം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനാണ് ശബരിമല സ്വർണ്ണപ്പാളി കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അതിനെ പറ്റിയിട്ട് ധാരണ ഇല്ലാണ്ട്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ പച്ചപ്പട വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അയച്ചു കൊടുത്ത സാധനം അദ്ദേഹം വായിച്ചു എന്നുള്ളതാണ്. ഇവിടെ ദേശീയ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞപ്പോൾ, BJPനെ പറ്റി പറഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല. ജമാഅത്ത് ഇസ്ലാമിനെ പറ്റിയിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലും ലോക്കൽ തലത്തിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് സംസ്ഥാന നേതാക്കൾക്കും ദേശീയ നേതാക്കൾക്കും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. എന്താണ് പഞ്ചായത്തിൽ ഇവിടെ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിനെ പറ്റിയിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് മറുപടി പറയണം. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ബന്ധമുണ്ടോ? അതാണ് ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ബന്ധമില്ല. UDFന് ബന്ധമില്ല. വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയപരമായിട്ടുള്ള സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം UDFന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനകത്ത് വലിയ വിഷയം ഉണ്ടെങ്കിൽ ഈ വെട്ടം പഞ്ചായത്തിൽ ഒന്ന് പോയി ചോദിച്ചാൽ മതി. നൗഷാദ് മണ്ണിശ്ശേരി അവിടെ വെൽഫെയർ പാർട്ടിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നൗഷാദ് മണ്ണിശ്ശേരി അവിടെ ഭരിക്കുന്നത് വെട്ടം പഞ്ചായത്തിൽ. വെൽഫെയർ പാർട്ടിയുമായിട്ട് ധാരണയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ല എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. UDFന് അങ്ങനെ മതപരമായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിനോട് അങ്ങനെ ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അവരോട് ഇതുണ്ട്. 10-20 കൊല്ലമായിട്ട് CPM അവിടെ സ്വീകരിച്ചിരുന്ന നിലപാടാ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നറിയില്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും. കാരണം വെൽഫെയർ പാർട്ടിയുമായി എല്ലാ സഹകരണവും അവിടെ
ചോദിക്കല്ലേ അദ്ദേഹം പറയട്ടെ ഒരു മിനിറ്റ്. ഇവിടെ വെട്ടത്ത് വെൽഫെയർ പാർട്ടിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അവിടെ നൗഷാദ് നെല്ലഞ്ചേരി ഭരിക്കുന്നത്. ആദ്യം വിളിച്ചാ വിളി കേൾക്കുന്ന സ്ഥലമല്ലേ താങ്കളുടെ വാദം നിലവിൽ ചോദ്യത്തിന് ഉത്തരമാണ് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ട് എന്നാണല്ലേ താങ്കൾ പറഞ്ഞു വെച്ചത്. അത് സഖ്യമല്ല, രാഷ്ട്രീയപരമായ നീക്കുപോക്കുകളുണ്ട്. അത് മുൻകാലങ്ങളിൽ അത് ഇടതുമുന്നണിയും സ്വീകരിച്ച നിലപാടായിരുന്നു എന്നാണ് ഇടതുമുന്നണിയും അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇടതുമുന്നണിയും മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടായിരുന്നു എന്ന്. ഇസ്മായിൽ പുതുശ്ശേരിയോട് രണ്ടാമത്തെ ചോദ്യം, LDF പ്രതിനിധി. ഇന്ത്യ മുന്നണി അടക്കമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി രാജ്യത്ത് ഒരു മതേതര സർക്കാർ കൊണ്ടുവരണമെന്നുള്ള ആശയമാണ് കേരളത്തിലുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടായിരുന്നത്. ഇടതുപക്ഷത്തിനും സമീപകാലത്ത് ആ നിലപാടാണ് ഉണ്ടായിരുന്നത്. അതിൽ വള്ളം ചേർക്കുന്ന ഒരു നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളുമായിട്ട് UDF പരസ്യമായിട്ടുള്ള പിന്തുണ ചേർന്നത്. ഇത് കേന്ദ്രത്തിൽ BJPക്കുള്ള ഒരു ഏറ്റവും വലിയ മരുന്നിട്ട് കൊടുക്കുന്ന ഒരു തീരുമാനമല്ലേ? ഇത് തിരുത്തപ്പെടേണ്ടതല്ലേ? ദേശീയ രാഷ്ട്രത്തിൽ ഏറ്റവും അപകടമല്ലേ ഇത്? വീണ്ടും വെൽഫെയർ നമ്മുടെ ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഐക്യശ്രമങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു സംഘടനയുമായി യോജിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇതിന് മറുപടി ചോദിക്കേണ്ടത് അവരെ പാർട്ടിക്കാരോടാണ്. അവർ 10-20 കൊല്ലമായിട്ട് എല്ലാ നിലക്കും നിയമസഭയിലും ഒക്കെ നീക്കുപോക്ക് നടത്തി ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണത്തിൽ പിന്നെ നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ CPM-നെ സഹകരിച്ചിരുന്ന ആളുകളാണ്. ഇന്ന് അത് നീക്കുപോക്ക് UDF-ൻ്റെ കൂടെയാണ്. CPM-ൻ്റെ രാഷ്ട്രീയപരമായ വൈകല്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടി അവരുടെ നയപരമായ തീരുമാനങ്ങൾ UDF-നെ സഹായിക്കുന്ന തീരുമാനം സംസ്ഥാന തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് CPM-ൻ്റെ വൈകല്യമാണ്. ഇന്നലെ വരെ CPM-ന് അവരുടെ സംസ്ഥാന നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി. ഇന്നലെ വരെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എല്ലാ നിലക്കും അധികാരം പല പഞ്ചായത്തിലും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഭരിക്കുന്നുണ്ട്. ഈ പറപ്പൂര് പഞ്ചായത്തിലാരാ വെൽഫെയർ പാർട്ടിന്റെ സഹായത്തോടെ ഇല്ലേ? പറപ്പൂര് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി സഹായിക്കുന്നുണ്ട്. ചോദ്യത്തിനുള്ള ഉത്തരമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ആവർത്തിക്കരുത് പ്ലീസ്. NDA പ്രതിനിധികൾക്ക് അദ്ദേഹത്തോട് ഇസ്മായിൽ പുതുശ്ശേരി ചോദ്യം ചോദിക്കാറുണ്ടോ? പെട്ടെന്ന്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കാനുള്ള ചോദ്യം, 11 വർഷം മോഡി സർക്കാർ ഭരിച്ചിട്ട് ഹിന്ദുക്കൾക്ക് അനുകൂലമായ എന്ത് നിയമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായിട്ട് എന്ത് നിയമമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? ഒന്ന് വിശദീകരിക്കാൻ കൊള്ളാം. ദേശീയ രാഷ്ട്രീയത്തിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാട് NDA സ്വീകരിക്കുന്നു എന്നുള്ളത് ബോധ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിയത്. നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന് മാത്രമല്ല, ഗാന്ധിജി എല്ലാ രാഷ്ട്രപിതാവെന്ന് പഠിപ്പിക്കുന്ന PM-ശ്രീ വിദ്യാഭ്യാസ നയവുമായിട്ട് ഇടതുപക്ഷം ഒപ്പുവെച്ചതൊക്കെ വേറെ കാര്യം. പക്ഷേ ആ കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇത്തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങളെടുത്ത് ഇവിടുത്തെ ഇന്നലകളിലെ ദേശീയ നേതാക്കന്മാരെയും ദേശീയ കാഴ്ചപ്പാടിനെയും അവമതിക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ അതിവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തിനോട് പറയാനുള്ളത്. രണ്ടാമത്തെ NDAയുടെ രണ്ടാമത്തെ പ്രതിനിധിയുടെ ചോദ്യം, പ്ലീസ് ചോദ്യം. രണ്ടാമത്തെ പ്രതിനിധി ആരെങ്കിലും ഉണ്ടോ? NDAയുടെ രണ്ടാമത്തെ പ്രതിനിധിക്ക് ചോദ്യം. ദേശീയ തലത്തിലായതുകൊണ്ട് രണ്ടുപേരും ഒരു മുന്നണിയാണല്ലോ, ഇന്ത്യ മുന്നണിയാണല്ലോ. പ്രത്യേകിച്ച് സെപ്പറേറ്റ് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് പരസ്പരം പങ്കാളിത്തം എടുത്ത് സമാധാനത്തോടെ മറുപടി പറഞ്ഞാൽ മതി. കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, കർഷക തൊഴിലാളികൾ 1 വർഷത്തോളം നീണ്ടുനിന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് അവർ വലിയ ഇത് നടത്തിയിരുന്നു. അതേ ഹരിയാനയിലാണ് വീണ്ടും NDA സർക്കാർ വന്നത്. കേരളത്തിൽ സാധാരണ വീട്ടമ്മമാരായ ആശാ വർക്കർമാർ വെയിലും മഴയും കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്രയോ വർഷക്കാലം മാസക്കാലം സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാരെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ കർഷക തൊഴിലാളിയാണെങ്കിലും സാധാരണ തൊഴിലാളിയാണെങ്കിലും അതിനെ മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു. അതെ, നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ വിവേചനം ഇല്ല കേട്ടോ.
കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും സ്വാഭാവികമായിട്ടും ജാതി മതത്തിന് അതീതമായിട്ടാണ് കൊടുക്കുന്നത്. നമ്മളെ പഞ്ചായത്തിൽ തന്നെ എത്രയെത്ര കേന്ദ്ര പദ്ധതികൾ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല കൊടുക്കുന്നത്. 6000 രൂപ വരുന്ന കിസാൻ സമ്മാൻ നിധി അടക്കം അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിയോ NDA സർക്കാരോ ഒരു ജാതി നോക്കിയിട്ടില്ല, എല്ലാവർക്കും തുല്യമായിട്ടാണ് വീതിച്ചത്. അതുകൊണ്ട് ആ ജാതി വിവേചനവും മതവിവേചനവും നടന്നിട്ടില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ പറയുമല്ലോ, ഈ ചരിത്രമാണ് വരാനിരിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ചൂണ്ടുപലക. നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടത് ചരിത്രമാണ്. ചരിത്രം മാറ്റിയാൽ ഗാന്ധിജി രാഷ്ട്രപിതാവല്ല, നെഹ്റു രാഷ്ട്രശില്പിയല്ല എന്ന് പഠിപ്പിച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ മലപ്പുറത്തെ കുന്നുമ്മൽ വെടിയേറ്റ് മരിച്ച വാരിയംകുന്നൻ്റെ കഥകളൊന്നും ഞാൻ പറയാം, ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി. അങ്ങനെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രക്തം ചിന്തി മരിച്ച ആളുകളെ മുഴുവൻ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായി അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഊന്നിയത് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്നാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വിവേചനവുമില്ലാതെ എല്ലാ ജാതിമത വിഭാഗങ്ങൾക്കും നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചോദ്യം അതാണ്. പദ്ധതികൾ നടപ്പിലാക്കുന്നതിലുള്ള വിവേചനം അല്ലല്ലോ പറഞ്ഞത്, ഒരു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊരു നിലപാട് NDA ഗവൺമെൻറ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പെട്രോളിന് വില കൂട്ടിയാൽ പെട്രോൾ നമ്മളെല്ലാം വണ്ടിയുള്ള ആളുകളല്ലേ, എല്ലാവരും പെട്രോളിന് അടിക്കൂലേ? അതിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ വേദന അനുഭവിക്കുന്നു. ഗ്യാസിന് വില കൂട്ടിയാൽ BJP-ക്കാരും ലീഗരും എല്ലാം വ്യത്യസ്ത അടുപ്പുകളല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നും ഇതല്ല. ഒരു സമൂഹത്തിനെ ഭയപ്പെടുത്തി അവരെ ദേശീയ രാഷ്ട്രീയത്തിൽ അവരൊറ്റപ്പെടുത്തുന്ന രൂപത്തിലുള്ള സമീപനമുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. KT ശശിയോടുള്ള ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരത്തെ NDAയുടെ പ്രതിനിധി ചോദിച്ച ഒരു ചോദ്യം അത് ശശിയോടുള്ള ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ അതവിടെ വെച്ചോളൂ. ആദ്യമായി UDF-ന്റെ പ്രതിനിധികളാണ് KT ശശിയുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണത്തിനാണ് ചോദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ജനാധിപത്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ ഇടൽ അജണ്ട നിറഞ്ഞ PM ശ്രീ അതിൻ്റെ ഉള്ളിലുള്ള അജണ്ട നമ്മൾ ചർച്ച ചെയ്താൽ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ജനാധിപത്യത്തിൽ നമുക്ക് ചർച്ചയാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചയാണ്. ഇത് സ്വന്തം ഘടകകക്ഷിയായ CPI-യോട് പോലും ചോദിക്കാതെ ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് പ്രിയപ്പെട്ട ശശിയേട്ടൻ വിശദീകരിക്കും. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നാമകരണം ചെയ്ത ഒരു പേരിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഈ കേരളത്തിനകത്ത് ആ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അതിൽ നിരവധിയായിട്ടുള്ള ക്ലോസുകളുണ്ട്. ആ ക്ലോസുകളിൽ എല്ലാം ഈ കേരള സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കണം എന്ന് തീരുമാനിച്ചിട്ടുമല്ല. അതിൽ കൃത്യമായിട്ടുള്ള മറുപടി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു തരത്തിലേക്കുമുള്ള ഒരു നയവും കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുകയുമില്ല. അതിൽ വേറൊരു മറുപടി അതിൽ പ്രത്യേകിച്ച് പറയാനില്ല. ഓക്കെ, അടുത്ത ചോദ്യം UDF-ന്റെ പ്രതിനിധികൾക്ക് KT ശശിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അടുത്ത ചോദ്യം. ശബരിമലയിൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇവർക്കൊരു പങ്കുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് ഇവരുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഇവർ നിയമിച്ച ദേവസ്വം ബോർഡ് ചെയർമാനും കമ്മീഷണർമാരായി പിന്നെ ചെയർമാനാക്കിയ ചെയർമാനും ഇന്ന് ജയിലിൽ കിടക്കുന്നു? അതിൻ്റെ കാരണം എന്ത്? ഒരു ഭരണാധികാരി നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് P. ഇസ്മയിൽ സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഫയലുകളിൽ ഒപ്പുവെക്കുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കിയിട്ടില്ല എങ്കിൽ ഇന്ന് ആരാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്നത് അതുപോലെ നാളെ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ആ ഗതി വരും എന്നുള്ളതിൻ്റെ ആദ്യ പാഠമാണ് ഇന്ന് നിലവിലുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റ് ജയിലിൽ പോയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ അത്തരത്തിലേക്ക് സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിലപാടുകളിൽ യാതൊരു വ്യത്യാസവുമില്ല. ഏത് ഏജൻസി അന്വേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആർക്ക് പങ്കുണ്ടോ അവരെല്ലാം ജയിലിൽ അടയ്ക്കണം, ബഹുമാനപ്പെട്ട കോടതി വിധിക്കുന്ന ശിക്ഷയ്ക്ക് അർഹരാക്കണം എന്നുള്ളത് തന്നെയാണ് CPIM-ന്റെ നിലപാട്. ഓക്കെ, വളരെ വ്യക്തമാണ്. NDAയുടെ പ്രതിനിധി നേരത്തെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ശശിയേട്ടന് മുമ്പ് പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലാണ് ഏറ്റവും ഉയർന്ന സമരങ്ങൾ നടന്നത്. പക്ഷെ ഹരിയാനയിൽ NDA മുന്നണി തിരിച്ചു വന്നു എന്നുള്ളതുണ്ട്. രണ്ടാമത്തെ ചോദ്യമുണ്ട്. ആർക്കെങ്കിലും NDA പ്രതിനിധികൾക്ക് ശശിയേട്ടനോട് ചോദിക്കാനുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ചു നിന്നു. കേരളം ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ചു നിന്നു. ശശിയേട്ടൻ മറുപടി പറയും. ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് കർഷകർ ഡൽഹിയിൽ 358 ദിവസം സമരം ചെയ്തത് പുതുതായിട്ടൊന്നും നേടിയെടുക്കാനല്ല, അവർക്ക് കൃത്യമായി ലഭ്യമായി കൊണ്ടിരുന്നത് ലഭ്യമാക്കാനാണ്.
അതിനുശേഷം ഹരിയാനയിലല്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും NDA വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം പല ചർച്ചകളും നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകാൻ സമയമില്ല. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊന്ന് ആശാവർക്കർമാരുടെ സമരം, ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു സമരമായിട്ട് അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർ കണ്ടിട്ടുള്ളൂ. കേരളത്തിനകത്ത് കേവലം 550 ആശാവർക്കർമാരാണുള്ളത്. ഒരു പഞ്ചായത്തിനകത്ത് 32-40 ആശാവർക്കർമാരുണ്ട്. ഏകദേശം 983 പഞ്ചായത്തുകളുണ്ട്. കൃത്യമായിട്ട് അറിയില്ല, ഇനി അത് നിങ്ങൾ പറയണ്ട. അവിടെയൊക്കെ ആശാവർക്കർമാരുണ്ട്. അവരാരും ഈ സമരത്തിന് പോയിട്ടില്ല. കാരണം എന്താ, ഇതൊരു പ്രത്യേക സമരം. ആ സമരത്തിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം എന്താ വെച്ചാൽ ബംഗാളിൽ ഒരു സമരം നടന്നിരുന്നു, ഞാൻ അതിലേക്കും പോകുന്നില്ല. അതിൻ്റെ ഒരു രൂപം ഇവിടെ SUCI പോലുള്ള സംഘടന ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചതാണ്. ആ സമരത്തിനോട് മുഖം തിരിഞ്ഞു നിന്നത് സത്യമാണ്. ആശാ വർക്കർമാരിൽ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കാൻ കേരള സംസ്ഥാനം തയ്യാറായിട്ടുണ്ട്, അത് കൊടുത്തിട്ടുമുണ്ട്. കൃഷ്ണകുമാർ KP യോടുള്ള ചോദ്യം പ്ലീസ്, ചോദ്യങ്ങൾക്ക് കൃഷ്ണകുമാർ KP യോടുള്ള ചോദ്യമാണ്. രണ്ട് LDF UDF എന്നിവർക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. UDF NDA പ്രതിനിധി അഴിമതിയെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷം നടത്തുന്ന അഴിമതിയെക്കുറിച്ച് അതിന് UDFും പങ്കാണ്. അവർ ആ കാര്യത്തിൽ സഹകരിച്ചിട്ടാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ദേശീയ ഏജൻസികൾ ഇത്തരം കേസുകളൊന്നും അന്വേഷിക്കുന്നില്ല? രണ്ടാമത്, പല കേസുകളും കേന്ദ്ര അന്വേഷണം നടത്തിപ്പോവുകയും പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരിക്കുകയും ചെയ്യുന്നു. ശബരിമല ഏറ്റവും കൂടുതൽ ഇപ്പോൾ BJP എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹിന്ദുക്കൾ പ്രതികരിക്കുന്നൊരു പാർട്ടിയാണല്ലോ. ശബരിമലയെ കൊള്ളയെക്കുറിച്ച് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നില്ല? നസേട്ടാ, ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റിപ്പോർട്ട് പോയാലാണ് കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റൂ. നേരിട്ട് വന്നിട്ട് ഇവിടെ കുത്തി ഇറക്കാൻ കഴിയില്ല. ഇവിടുന്ന് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് വന്നേ അന്വേഷണം നടത്തും. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും, ഇവിടെ എന്തൊക്കെ അഴിമതികൾ ചെയ്താലും കൃത്യമായിട്ട് അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ട് ആ തെളിവ് സഹിതം ആരൊക്കെ കട്ടിട്ടുണ്ടോ അവരെയൊക്കെ പിടിച്ചിരിക്കും. യെസ്, അന്വേഷണ ഏജൻസികൾ നടത്തും, കൃത്യമായ പരിശോധനകൾ നടത്തുമെന്നാണ് UDFിന്റെ പ്രതിനിധി അല്ലേ? ഒരു റിപ്പോർട്ടും പോവാതെ കേരളത്തേക്ക് നിങ്ങളുടെ EDയും എല്ലാവരും ഇപ്പൊ ഈ അടുത്തൊരു സിനിമേന്റെ പേരിൽ വരെ ED വന്ന സ്ഥലമാണ് ഈ കേരളം. അതിനെന്താണ് നിങ്ങളുടെ മറുപടി? ആരാ പറഞ്ഞത് റിപ്പോർട്ട് പോയിട്ടില്ലാന്ന്? റിപ്പോർട്ട് പോവാതെ എങ്ങനെ വരും? റിപ്പോർട്ട് കൃത്യമായിട്ട് പോയാൽ അവിടെ വരും, ഒരു സംശയമില്ല അതിന്. ഇത് സംസ്ഥാന സർക്കാർ ഈ ശബരിമല വിഷയത്തിലെ മുഖ്യ പങ്ക് സംസ്ഥാന സർക്കാരിനായതുകൊണ്ട് അതിൻ്റെ പേപ്പർ നിൽക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവർ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള UDFും അവർക്ക് താങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അല്ല, ഉപചോദ്യങ്ങൾക്ക് നിൽക്കല്ലോ. എന്തായാലും ഒരു നിലപാടാണ് വിശദീകരിക്കുന്നത്. ആ നിലപാടുകൾ വിശദീകരിക്കുന്നത് പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. എങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുന്നു. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തായാലും കോടതിയുടെ നിയന്ത്രണത്തിൽ, നമ്മളെല്ലാം വിശ്വസിക്കുന്ന ജുഡീഷ്യറി നിയന്ത്രണത്തിൽ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ. എന്തായാലും അതിൽ അടുത്ത ചോദ്യം LDFിന്റെ പ്രതിനിധികൾക്കുള്ള അവസരമാണ്. പെട്ടെന്ന് കൃഷ്ണകുമാറിനോട്. നാഷണൽ ഹൈവേൻ്റെ കാര്യം പറഞ്ഞ്, നാഷണൽ ഹൈവേൻ്റെ 28 സംസ്ഥാനങ്ങളിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോകുമ്പോൾ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു കാര്യം കേരളത്തിൽ നടന്ന് 5000 കോടി റുപ്യ സ്ഥലമേറ്റെടുപ്പിന് കേരളം പൈസ അടക്കേണ്ടി വന്ന് ഒരു സംസ്ഥാനത്ത് അത് വാങ്ങിയിട്ടില്ല. എന്തുകൊണ്ടത് വാങ്ങി? കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് വിഭിന്നമായി? രണ്ടാമത്തത് ഗ്യാസിൻ്റെ ഇത് പറഞ്ഞു, 11 വർഷത്തിനടുക്ക് 582 റുപ്യാണ് ഗ്യാസിന് വില കൂടിയത്. 582 രൂപ. സ്ഥലമെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് വലിയ സംഖ്യ വാങ്ങിച്ചു. അല്ല, അത് മറ്റ് സംസ്ഥാനങ്ങൾ മാതിരിയല്ല കേരള സംസ്ഥാനം. അതിന് അതിൻ്റെതായ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന അതേ വിലയാണോ നമുക്ക് കേരളത്തിൽ സ്ഥലത്തിന് കിട്ടുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആ സാമ്പത്തികം കൂടിയിട്ടുള്ളത്. 2, ഗ്യാസിൻ്റെ കാര്യം ക്രമാതീതമായിട്ട് എല്ലാത്തിനും പൈസ കൂടുന്നുണ്ട്. എന്താ നമ്മുടെ വെളിച്ചെണ്ണ 11 വർഷം മുന്നേ വെളിച്ചെണ്ണ വില എന്തായിരുന്നു? ഇന്ന് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ എത്ര വെളിച്ചെണ്ണ വില? ഈ സാമ്പത്തികമെല്ലാം മറ്റ് പദ്ധതികളിലേക്കായി വന്ന് നമ്മളുടെയൊക്കെ കയ്യിലെത്തുന്നുണ്ട്. ഓരോ പദ്ധതികൾ എടുത്താലും ഇതെല്ലാം നമ്മളുടെ കയ്യിലേക്ക് തന്നെയാണ് എത്തുന്നത്. അല്ലാതെ അതിൻ്റെ പേരിൽ യാതൊരു അഴിമതിയോ യാതൊന്നും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല, നടക്കുകയുമില്ല. അടുത്ത LDFിന്റെ പ്രതിനിധികൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടോ? കൃഷ്ണകുമാറിനോട് പെട്ടെന്ന്. LDFിന്റെ പ്രതിനിധികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കും.
രണ്ടാമത്തെ സെഗ്മെന്റിൽ ഏറെ വാശിയോടുകൂടി നമ്മളൊക്കെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന നാട്ടുകൂട്ടങ്ങളിൽ ചർച്ച ചെയ്യുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങളാണ്. ഒരു നാട്ടിൽ നടന്ന വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ വികസനത്തിന്റെ ആദ്യപടി ഇസ്മായിൽ പുതുശ്ശേരി അദ്ദേഹം തന്നെയാണ് തുടങ്ങി വെക്കേണ്ടത്. നിലവിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഇസ്മായിൽ സാഹിബ്, കഴിഞ്ഞ 5 വർഷ കാലയളവ് കൊണ്ട് നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ്, എടുത്തു കാണിക്കാൻ പറ്റുന്ന എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് താങ്കളുടെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണി ചെയ്തിട്ടുള്ളത്? പെട്ടെന്ന് വിശദീകരിക്കും. കഴിഞ്ഞ 5 വർഷം, അതായത് 4.5 വർഷമായി നമുക്ക് ഒരു 6 മാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ 4.5 വർഷം കൊണ്ട് ഏകദേശം 45 കൊല്ലം ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 20 കൊല്ലം ഭരിച്ചവർക്ക് അവിടെ ബഡ്സ് സ്കൂൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 20 കൊല്ലം ഭരിച്ചവർക്ക് ബഡ്സ് സ്കൂൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 4.5 കൊല്ലം കൊണ്ട് എല്ലാവരുടെയും സഹകരണം കൊണ്ട്, ഭരണപക്ഷവും പ്രതിപക്ഷ സഹകരണത്തോടുകൂടി ബഡ്സ് സ്കൂളിൻ്റെ പ്രവൃത്തി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. പിന്നെ അംഗനവാടികൾ നമ്മൾ സ്മാർട്ടാക്കി. ഈ ജില്ലയിൽ മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കിയത് നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല ഒരുപക്ഷെ സ്റ്റേറ്റിൽ തന്നെ അത്തരത്തിൽ എല്ലാ പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കി AC വെച്ചു. എല്ലാ അടിസ്ഥാന സൗകര്യത്തോടു കൂടിയിട്ട് ആ രൂപത്തിൽ ഒരു അംഗനവാടിയിലാണ് നമ്മളെ പഞ്ചായത്തിൽ ആദ്യം AC ഉള്ളത്. അത് മുഴുവൻ അംഗനവാടിയിലുമാക്കി. പിന്നെ വനിതകൾക്ക് ജിമ്മ്. എങ്ങനെ ജിമ്മ്? ഒരു ഫിറ്റ്നസ് ട്രെയിനറോട് കൂടി. DPCയിൽ ഇതിന് അംഗീകാരത്തിന് പോയ സമയത്ത് ബഹുമാനപ്പെട്ട കലക്ടർ ഈ അപ്രീസിയേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മുടെ പഞ്ചായത്തിനെ കലക്ടർ അപ്രീസിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. എന്താ കാരണം? ഒരു ജിം ഉണ്ടാക്കി പോവുകയല്ല ചെയ്യുന്നത്, ആ ജിമ്മിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ട്രെയിനറെ കൂടി വെച്ചത് ജില്ലയിൽ ആദ്യമായിട്ടാണെന്ന്. അപ്പോൾ ജില്ലയിൽ വനിതകൾക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിക്കുന്ന ജിമ്മ് നമ്മൾ. പിന്നെ മിനിമാസ് ലൈറ്റുകൾ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കി. വയോജനങ്ങളുടെ ടൂറ്, വയോജനങ്ങൾ നമുക്ക് വാർദ്ധക്യ സഹജമായി. പിന്നെ ഭിന്നശേഷിക്കാരുടെ ടൂറ് നമ്മൾ ആ പഞ്ചായത്തിൽ ആദ്യമായി നടപ്പിലാക്കി. വയോജനങ്ങളുടെ സംഗമം നമ്മൾ പഞ്ചായത്തിൽ ആദ്യമായി നടപ്പിലാക്കി. പഞ്ചാരമൂല ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് NQSൻ്റെ ദേശീയ അംഗീകാരം കിട്ടി. അതിലപ്പുറത്ത് വലിയൊരു അംഗീകാരം ഇന്ത്യയിൽ കിട്ടാനില്ല. അത് 20 കൊല്ലമായിട്ട് ഇല്ലാത്തത് നമ്മുടെ പഞ്ചായത്തിൽ കിട്ടി. പിന്നെ തുടർച്ചയായി 2 തവണ അതേ സെൻറ്ററിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി. പിന്നെ മങ്ങാട് സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സ്, നമുക്കറിയാം അങ്ങനത്തെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നമ്മുടെ ജില്ലയിൽ പരിധിയാൽ ഉണ്ടാവില്ല. 40 ലക്ഷം ഉപയോഗിച്ചിട്ട് അതിന് അപ്സ്റ്റെയറോട് കൂടിയിട്ട് അങ്ങനെ കൂടുതൽ കുട്ടികൾക്ക് മൂത്ര സംബന്ധമായ രോഗം, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ മങ്ങാട് സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് നമ്മൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. UP സ്കൂളിൽ ഒപ്പത്തിനൊപ്പം എന്ന പരിപാടി വിജയബേരിയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ആ പരിപാടി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് നിറമരുതൂർ പഞ്ചായത്തിൽ ഒപ്പത്തിന് എന്ന പരിപാടി ജില്ലയിൽ ആദ്യമായി നമ്മൾ നടപ്പിലാക്കി. പിന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ 270 വീടുകൾ നമ്മൾ 4 ലക്ഷം രൂപ കൊടുത്ത് പൂർത്തീകരിച്ചു എന്നുള്ളത് പഞ്ചായത്തിൻ്റെ വികസനത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. പിന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾ ദേശീയ ഗുണനിലവാരമുള്ളത് NQSൻ്റെ അംഗീകാരത്തിന് പഞ്ചായത്തിലെ എല്ലാ ഒരു സെൻറ്ററിന് ദേശീയ അംഗീകാരം കിട്ടി, മറ്റുള്ളത് ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്താൻ നമ്മൾ സാധിച്ചു ആരോഗ്യരംഗത്ത്. അങ്ങനെ പിന്നെ കേരളോത്സവം ഈ പുട്ടിന് തേങ്ങയിടുന്ന മാതിരിയായിരുന്നു, ഇടക്ക് നടക്കും പിന്നെ നടക്കൂല. അത് മാറ്റി നമ്മൾ എല്ലാ വർഷവും കേരളോത്സവം നടത്തി. ഇവിടുത്തെ യുവജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ചു. രജിസ്റ്റർ ചെയ്ത എല്ലാ ക്ലബ്ബുകൾക്കും നമ്മൾ പിന്നെ സ്പോർട്സ് കിറ്റ് നമ്മൾ വിതരണം ചെയ്തു. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് ചെയ്യാൻ 1000 ലൈറ്റുകൾ മെയിൻ്റനൻസ് ചെയ്യാൻ ഒരാളെ ചുമതലപ്പെടുത്തി. 2010-15 ബഹുമാനപ്പെട്ട KV സിദ്ദീഖ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഞാൻ മെമ്പറായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട KV സിദ്ദീഖ് ഈ ആശയമായി പലരോട്ട് ശ്രമിച്ചെങ്കിലും മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാതെ, നമ്മൾ വാറണ്ടി ഉണ്ടാവും, വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ പുതിയത് വെക്കലായിരുന്നു. അത് മാറ്റി മെയിൻ്റനൻസ് നമ്മൾ 1000 ലൈറ്റുകൾ വെച്ചു. പിന്നെ ലോമാസ് ലൈറ്റുകൾ പിന്നെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് നമ്മൾ ലോമാസ് ലൈറ്റുകൾ നമ്മൾ പഞ്ചായത്തിൽ സ്ഥാപിച്ചു. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇത് 20 കൊല്ലമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പഞ്ചായത്തിൽ 64 പുതിയ റോഡുകൾ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ അതിനകത്ത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ലൈഫിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് 11,79,30,369 രൂപയാണ് നമ്മൾ ലൈഫിന് വേണ്ടി ചെലവഴിച്ചത്. അതിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് 2,31,37,767 രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ്. അങ്ങനെ വികസന രംഗത്ത് നമുക്കുണ്ടായ ഒരു ചെറിയ പ്രയാസം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവിടെ റോഡ്
കുണ്ടും കുഴിയായി കിടക്കുന്നുണ്ട്. എന്താ കാരണം? ജലജീവൻ മിഷനാണ് റോഡ് പൊട്ടിച്ചത്. പഞ്ചായത്തിൽ അതിന് പങ്കില്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്നും ഞാൻ പിന്നെ AXCയുമായി സംസാരിച്ചു, ജില്ലയിലെ ചുമതലയുള്ള ജലജീവൻ്റെ ഉദ്യോഗസ്ഥന് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ കോൺട്രാക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെയാണ് അയാളും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൈയൊഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ ഇവർ നടന്ന് പ്രസംഗിക്കുന്നുണ്ട്, അതിൻ്റെ ഫണ്ട് പഞ്ചായത്തിൻ്റെ അടുത്ത് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ ഇവരൊന്ന് കാണിച്ചു തന്നാൽ നമുക്ക് ഉപയോഗപ്പെടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പിന്നെ എന്താ പറയുക, അബദ്ധജടിലമായിട്ടുള്ള വാദങ്ങളാണ്. ഈ വികസന രംഗത്ത് നിറമേലൂർ ഗ്രാമപഞ്ചായത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് അവിടുത്തെ ഒരു നേർസാക്ഷ്യമാണ്. പിന്നെ മാത്രമല്ല, വികസനത്തെ പറ്റി നമ്മളെ മമ്മൂട്ടി പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിദാരിദ്ര്യരുടെ പ്രഖ്യാപനം നടത്തി, സംസ്ഥാനത്തെ അതിദാരിദ്ര്യ പ്രഖ്യാപനം നടത്തി ബഹുമാനപ്പെട്ട മന്ത്രി മമ്മൂട്ടി പറഞ്ഞു, ഈ വലിയ വലിയ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളോ വലിയ വലിയ പാതയോരങ്ങളോ സൃഷ്ടിക്കലല്ല വികസനം, സാധാരണക്കാരെയും പാവങ്ങളെയും ചേർത്ത് പിടിക്കലാണ് വികസനം. അങ്ങനെ സാധാരണക്കാരെയും പാവങ്ങളെയും അബലകളെയും ചേർത്ത് പിടുത്ത പഞ്ചായത്താണ് നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് എന്ന്. തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ സാഹിബിയുടെ വാദഗതികൾ അദ്ദേഹം നന്നായിട്ട് അവതരിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ശ്രീ KT ശശി LDFിന്റെ പ്രതിനിധിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി LDF ഭരിച്ചിരുന്നു. കഴിഞ്ഞ ഒരു ഇടവേളയിൽ മാത്രമാണ് ഇപ്പോൾ UDF ഭരണരംഗത്ത് വന്നിട്ടുള്ളത്. KT ശശി, എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞ നിലപാടുകളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇടതുപക്ഷത്തിന്റെ വികസനം, പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നത് 2000-ലാണ്. ആ 2000 മുതൽ 2020 വരെ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇന്ന് കാണുന്ന നിറമരുതൂർ ഗ്രാമപഞ്ചായത്താക്കാൻ ഉണ്ടായിട്ടുള്ള പ്രവർത്തനവും ഇടപെടലും ചെറുതല്ല. കാരണം ഒരു 2000-ത്തിനപ്പുറമുള്ള അല്ലെങ്കിൽ ഒരു 30 വയസ്സുള്ള ഒരാളോട് ചോദിച്ചാൽ അറിയാം എന്താണ് നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത്. വഴികളില്ല, നടവഴികളില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, ഭവനങ്ങളില്ല, കയറിക്കെടുക്കാനും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് മറ്റു സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിനെ വളരെ ചിട്ടയായിട്ടുള്ള 20 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടാക്കി, ആയുർവേദ ഡിസ്പെൻസറി ഉണ്ടാക്കി. ഈ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് വരുന്ന സമയത്ത് 13 അംഗനവാടികളിൽ 3 എണ്ണത്തിന് കെട്ടിടം, അത് 28 അംഗനവാടികൾക്ക് കെട്ടിടമുണ്ടാക്കി. അതിന് ഭൂമി കണ്ടെത്തി, സൗജന്യമായിട്ടാണ് ഭൂമി കണ്ടെത്തിയത്, ആരുടെ കൊടുത്തു വില കൊടുത്ത് മേടിച്ചിട്ടല്ല. ആയുർവേദ ഡിസ്പെൻസറി ഉണ്ടാക്കി, ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടാക്കി. ഇന്ന് ഉണ്ണിയാലിലെ ഡിസ്പെൻസറി എന്ന് പറയുന്നത് നേരത്തെ പിന്നെ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് വരുന്ന സമയത്ത് സാധാരണ ഒരു ഓടിട്ട കെട്ടിടമാണ്, ഇവരെല്ലാവർക്കും അറിയാം. അത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ 20 കൊല്ലക്കാലത്തെ ഭരണമാണ് നേട്ടമുണ്ടാക്കിയത്. അതിലൊന്നും പിന്നെ എന്താ പറയുക, ഒരാൾക്കും സംശയമില്ല. 38 റോഡുകളാണ് താനാളൂർ പഞ്ചായത്ത് വിഭജിക്കുമുണ്ടായിരുന്നത്. അത് നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ 2020 പോകുന്ന സമയത്ത് ഏകദേശം 280 റോഡുകളുണ്ട്. ആ 280 റോഡുകളും ഗതാഗത യോഗ്യമാക്കി. അത് പിന്നെ KV സിദ്ദീഖിൻ്റെ ഭാഷയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു ചിരിക്കുന്നൊരു ഭാഷയാണ്. വള്ളിക്കാഞ്ഞിറത്തുനിന്നൊരു കോഴിമുട്ട ഉരട്ടിയാൽ അത് ആലഞ്ചോട് വന്ന് നിൽക്കും. അതുപോലെ എല്ലാവർക്കും വളരെ മനോഹരമായ രീതിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റോഡുകളാക്കി മാറ്റിയിട്ടാണ് നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്തി ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലൊന്നും തർക്കമില്ല. പരാജയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കോട്ടമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ കോട്ടവും ഉണ്ടാവും, നേട്ടവും ഉണ്ടാവും. അതിലൊന്നും സംബന്ധിച്ചൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പിന്നെ 4.5 കൊല്ലക്കാലം കൊണ്ട് 45 വർഷത്തെ വികസനം നടത്തിയെന്ന് പറഞ്ഞു. 4.5 മാസക്കാലത്തെ വികസനം നടന്നിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാ പഞ്ചായത്തുകളും നടക്കുന്ന കാര്യമാണ്. പിന്നെ ഐമാസ് ലൈറ്റ് വെച്ച കാര്യം, ഓരോ കാലഘട്ടത്തിലും സർക്കാർ ഇറക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് 2020 വരെ ഐമാസ് ലൈറ്റോ മിനിമാസ് ലൈറ്റോ വെക്കാനുള്ള അംഗീകാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തിരിക്കുന്ന മാനദണ്ഡത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. കഴിയുമായിരുന്നില്ല. പിന്നെ AC വെച്ച കാര്യത്തിന് ഇനി അടുത്ത ഓഡിറ്റർമാർ വന്നിട്ട് എന്തോ ഒബ്ജക്ഷനാണ് എഴുതി വെക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ആ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ കൊടുക്കാൻ പോവുക. കാരണം എന്താ, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ മാനദണ്ഡത്തിനകത്ത് അംഗനവാടികളുടെ റിപ്പയറിന് മാത്രമേ പണം വിനിയോഗിക്കാവൂ. ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നടത്താവൂ. വെച്ചതിന് ഞങ്ങളെതിരല്ല. AC വെക്കണം, യാതൊരു സംശയമില്ല. കാരണം ഇന്ന് പുതിയ കാലഘട്ടത്തിൽ AC വെക്കണം എന്നുള്ള നിർബന്ധം. അത് പിന്നെ കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമായി വരുന്ന സമയത്ത് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ മറ്റൊരു ഇതുമില്ല. പിന്നെ ഭിന്നശേഷിക്കാരുടെ ടൂർ കൊണ്ടുപോകണം. അതിലെന്താ തർക്കമുള്ളത്? ആ ഭിന്നശേഷിക്കാരുടെ ടൂർ ഭിന്നശേഷിക്കാർക്ക് മാത്രം, ഞാൻ മറ്റു രാഷ്ട്രീയത്തിലേക്ക് പോകല്ല, ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് പോകണം. അതിന് ഏറ്റവും പ്രധാനം എന്താ, 28,500 രൂപ ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഉത്തരവിറക്കിയത് ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. അതിന്
മുമ്പ് ആ ഉത്തരവില്ല. ആ സമയത്ത് ഉത്തരവ് പ്രകാരം 1000 രൂപ ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നുണ്ട്. അത് പ്രകാരം കൊണ്ടുപോകണം. ഞങ്ങൾ എന്താ ചെയ്തിരുന്നത്? ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഭിന്നശേഷിക്കാരുള്ള കുടുംബത്തിന് ഭവന നിർമ്മാണ പദ്ധതി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അന്ന് മെമ്പറായിരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. വയോജനങ്ങളുള്ള റേഷൻ കാർഡിലെ കാർഡ് ഉടമ വയോജനമാണെങ്കിൽ വയോജനങ്ങളുടെ ഫണ്ട് എടുത്തിട്ട് അവർക്ക് ഭവന നിർമ്മാണ പദ്ധതി, അന്ന് അതായിരുന്നു അടിസ്ഥാനപരമായ ആവശ്യം. ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതിക്ക് കഴിഞ്ഞ VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ EMS ഭവന പദ്ധതി നടപ്പിലാക്കി. അത് പ്രകാരം ധാരാളം ആളുകൾക്ക് 75,000 കൊടുത്തിട്ടുള്ളൂ. അന്നത്തെ കാലഘട്ടം അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ലൈഫ് ഭവന പദ്ധതി കൊണ്ടുവന്നു. ഈ ഫണ്ടൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ഓരോ പഞ്ചായത്തുകൾക്കും കൊടുക്കുന്ന കൃത്യമായ പദ്ധതി വീതമാണ്. അത് കൊടുത്തു. 233 ആളുകൾക്ക് പിന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു? 272 ആൾക്കാണ് അവർക്കും കൊടുത്തിട്ടുണ്ട്. പണം കൊടുത്തു കഴിഞ്ഞോ? കൊടുത്തിട്ടില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ സമയമില്ലാത്തത് കൊണ്ട് ആ കാര്യത്തിലേക്കും കടക്കുന്നില്ല. മറ്റൊന്ന്, ഇതിന് ഓഡിറ്റ്, ഇപ്പോൾ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് 62 ഇനങ്ങൾക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. 62 ഇനങ്ങൾക്ക്. ആ ഓഡിറ്റർ അന്ന് അവസാന റിപ്പോർട്ട് വെച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പഞ്ചായത്തിനകത്തും കാണാത്ത ഓഡിറ്റ് ഒബ്ജക്ഷനാണ് ഇതിനകത്തുള്ളത്. എന്നിട്ട് സാധാരണഗതിയിൽ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ പറയുന്ന സമയത്ത് ആരെ എണീച്ച് വന്ന് മറുപടി അറിയാം? ഒന്നുകിൽ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പറയും. ആ സെക്രട്ടറിയാണോ മറുപടി അറിഞ്ഞത്? അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ പറയും. ആ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറാണോ പറഞ്ഞത്? ആ പഞ്ചായത്തിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ എണീച്ച് നിന്ന് ഇങ്ങനെ മറുപടി പറയാം. ഓഡിറ്റർ ചോദിച്ചു നിങ്ങൾ ആരാണ് മറുപടി പറയാൻ? ചോദിച്ചില്ലേ? എന്തിനങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പഞ്ചായത്തിനകത്ത്? ആ ഓഡിറ്റ് ഒബ്ജക്ഷനുമായി ബന്ധപ്പെട്ട് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ മറുപടി പറയേണ്ട സാഹചര്യമല്ല ഉള്ളത്. എന്ത് വികസനമാണ് നടന്നത്? ഐമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതിന് ഉത്തരവുണ്ടായിട്ടുണ്ട്. അവിടെ ഇത് ആദ്യമായിട്ടല്ലല്ലോ ഐമാസ് ലൈറ്റ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണിയുള്ള സമയത്ത് 3 ഐമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വി അബ്ദുറഹ്മാൻ വന്ന സമയത്ത് ഏകദേശം 32 ഐമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തിനകത്ത് 6, 7, 8 ഐമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് ഞങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ. കണ്ണുപൊട്ടനും കുരുടനും ഒന്നല്ലല്ലോ നമ്മളാരും. കണ്ണ് കാണാത്തവനും ചെവി കേൾക്കാത്തവരല്ല. എല്ലാവരും ഇത് കാണുന്നവരാണ്. എല്ലാ വികസന പ്രവർത്തനവും നോക്കി കാണുന്നവരാണ്. പക്ഷേ ചിലതിനെങ്ങനെ പൊലിമയോടുകൂടി പൊലിപ്പിച്ചു പറയും. പിന്നെ ബഡ്സ് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. ബഡ്സ് സ്കൂളിന് വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. ബഡ്സ് സ്കൂൾ കൊണ്ടുവന്ന കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും പുറംതിരിഞ്ഞു നിന്നോ? എല്ലാവരും ഒറ്റക്കെട്ടായിട്ടല്ലേ നിന്നത്? 5 സെൻറ്റ് സ്ഥലം പൊയിലിശ്ശേരി മോമൂട്ടിയാക്ക് കൊടുത്തു. 5 സെൻറ്റ് സ്ഥലം, 10 സെൻറ്റ് സ്ഥലം പിന്നെ പണം കൊടുത്ത് മേടിച്ചു. ആ പണം കൊടുത്ത് മേടിച്ചതിൽ എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി പറയാണ്. ആ പണം കൊടുത്ത് മേടിച്ച് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭൂമിയൊക്കെ 62 റുപ്യക്കാണ് 72 റുപ്യക്കാണ് അത്ര കച്ചവടം ചെയ്യുന്നത്. ഇത് മാത്രം എങ്ങനെ ഞങ്ങൾ 1 ലക്ഷത്തിന് മേടിക്കുക എന്നുള്ള നാട്ടുകാർ ചോദിക്കുകയാണ്. ഞാനത് അഴിമതി നടന്നു എന്ന് ഞാൻ ഇതുവരെ പറയുന്നില്ല. അതിൽ ക്രമക്കേട് നടന്നു എന്ന് പറയുന്നില്ല. പക്ഷേ അതിലൊരു സുതാര്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ ഭൂമിയുടെ വില നിശ്ചയിക്കാൻ പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഏതെങ്കിലും പൗരപ്രമുഖരെ കൂട്ടിക്കൊണ്ടായിട്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇടപാട് നടത്തുകയാണെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ദുഷ്പേരിന് പാത്രമാകുമായിരുന്നില്ല. ഒരു കൂട്ടം ആളുകൾ പണം പിരിക്കാൻ ഞങ്ങളെല്ലാവരും പണം പിരിക്കാൻ പ്രസിഡന്റ് വിളിച്ച് ഏത് പരിപാടിക്കും പോകും. ഒരു വികസന പ്രവർത്തനം ഞങ്ങളെതിരല്ല. പക്ഷേ ഇത് ഒരു ഏർപ്പാട് നടക്കുമ്പോൾ, ഒരു ചർച്ച നടക്കുമ്പോൾ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അതും നിങ്ങൾ പോയി നോക്കിയാൽ, മാധ്യമങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ സ്ഥലം കണ്ടിരുന്നില്ല. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞു, ഞാൻ സ്ഥലം കണ്ടിരുന്നില്ല. അവസാനം ആളുകൾ എന്നോട് പ്രസിഡന്റ് തറക്കല്ലിടുന്ന സമയത്ത് പ്രസിഡന്റ് പറഞ്ഞു 1 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ 10 സെൻറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജനം ഇത് തിരിച്ചറിയുന്നത്. 1 ലക്ഷം സെൻറ്റിന് കൊടുത്തിട്ടാണ് 10 സെൻറ്റ് മേടിക്കുന്നത്. ആ സ്ഥലം നിങ്ങൾ പോയി നോക്കണം. ഞാൻ നിന്നാൽ വെള്ളം എൻ്റെ മേലെ കൂടെ ഒലിച്ചു പോകും. അത്രയ്ക്കുള്ളവർക്കുണ്ടാ. ഇത് ഏത് ഭൂമിയാകട്ടെ, ആ 5 സെൻറ്റ് തന്ന ആളുകൾക്ക് അഭിനന്ദനങ്ങൾ. ഈ ചെയ്ത പ്രവർത്തനത്തിനും അഭിനന്ദനങ്ങൾ. ഭൂമി വാങ്ങിക്കാൻ വേണ്ടി പ്രയത്നിച്ചതിനും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയിലെ ഞങ്ങൾ എല്ലാവരും പ്രയത്നിച്ചിട്ടുണ്ട്. അതിനും അഭിനന്ദനങ്ങൾ. അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതിനൊരു സുതാര്യത വരുത്തുന്ന കാര്യത്തിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ആ വീഴ്ച നാളെ എല്ലാവരുടെ നേരെയും അതൊരു വിരൽ ചൂണ്ടലായിട്ട് മാറുമായിരുന്നില്ല. അത് കൃത്യമായിട്ട് ഒരു സുതാര്യമായ രീതിയിലേക്ക് ഒരു സദസ്സിൽ വെച്ച് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് വരണം. ബഡ്സ് സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിന് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിട്ടിട്ടുണ്ട്. അതിലും ഞങ്ങൾക്കെതിരായിട്ട് ഒരു ഇതൊന്നും. ഞങ്ങൾ എന്താ അവതരിപ്പിച്ചത്? CH മുഹമ്മദ് കോയ സാഹിബ് ഈ നാട്ടിൽ നന്മയുടെ പ്രതീകമായി പ്രവർത്തിച്ച ആളാണ്. ആ എഴുതി കൊടുത്ത ഞങ്ങളുടെ വിവേചനക്കുറിപ്പ് കൃത്യമായിട്ടുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേര് അതിന് നാമകരണം ചെയ്യുന്നത് ഞങ്ങളെതിരല്ല. പക്ഷേ ശൂന്യതയിൽ നിൽക്കുന്ന ഒരു സ്ഥാനം തറക്കല്ലിട്ടിട്ടില്ല, അന്ന് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, ഒരു ലോഡ് കല്ലിറക്കിയിട്ടില്ല. ശൂന്യതയിൽ നിൽക്കുന്ന ഒരു സാധനത്തിന് ആ പേര് കൊടുക്കരുത്. പണി പൂർത്തീകരിച്ചാൽ ആ പേര് തന്നെ കൊടുക്കണം. അതിന് ഉദാഹരണം പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിന് പാണക്കാട്ട് ശിഹാബ് തങ്ങളുടെ പേരാണ് നാമകരണം ചെയ്തത്. ആരെങ്കിലും എതിർത്തോ? ചുരുക്കും. യെസ്, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ബാക്കി പറഞ്ഞ ജിമ്മ് 200 റുപ്യ പൈസ കൊടുക്കണം. നമ്മൾ പുറത്ത് ജിമ്മുകളുണ്ട്, കാളാട്ട് ജിമ്മുണ്ട്, വനിതകൾക്കുള്ള ജിമ്മുണ്ട്. അതിന് പൈസ കൊടുക്കണം. ജിമ്മിന് പോകണവർ 200 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് ജിമ്മ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നടത്തി എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഒന്നിൻ്റെ തുടർച്ചയാണ്, അല്ലാതെ മറ്റൊന്നിൻ്റെ പുതുതായിട്ടുണ്ടായതല്ല. ഒരു ബഡ്സ് സ്കൂള് ഓക്കെ,
ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. കെ ടി ശശി അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുമെങ്കിലും സമയം ക്രമീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ നിറമരുത്തൂരിലെ വികസന വിപ്ലവത്തെ ഖണ്ഡിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കൂടി പറഞ്ഞിട്ടുള്ളത്. BJPയുടെ പ്രതിനിധിക്ക് കൃഷ്ണകുമാർ KPക്കാണ് അവസരം. താങ്കൾ രണ്ട് വാദങ്ങളാണ് താങ്കൾ കേട്ടത്. ഇതിൽ വിഭിന്നമാകുമോ താങ്കളുടെ വാദം? എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിപ്പോൾ 45 വർഷത്തെ വികസനം കാഴ്ചവെച്ചെന്ന് പറഞ്ഞു. പഞ്ചായത്ത് മുതൽ പടിഞ്ഞാറങ്ങാടി വരെയല്ല, പഞ്ചായത്തിന് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ സ്ഥിതി എന്താണെന്നൊന്ന് വിശദീകരിക്കണം. 2, ഇന്ന് നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഇസ്മായിൽ സാഹിബിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് പോകുന്ന പത്തമ്പാട് ഉള്ള റോഡ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വികസനം നടത്തിയെന്നാണ് പറഞ്ഞത്. ഒരു 25 വർഷമായി 20 വർഷം LDFും 5 വർഷമായിട്ട് UDFും ഭരിക്കുകയാണ്. ഒരു പൊതു ശ്മശാനം ഇന്ന് വരെ ഒന്ന് സംസ്കരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവർക്ക് 2 കൂട്ടർക്കും നടത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്യാമപ്രസാദ് മുഖർജി റൂർബർ മിഷൻ വഴി 30 കോടി രൂപ, 15 കോടി രൂപ താനാളൂർ പഞ്ചായത്തിലേക്കും 15 കോടി രൂപ നിറമരുത്തൂർ പഞ്ചായത്തിലേക്കും വന്നു. ഇന്ന് അവസാന സമയത്ത് 60,75,000 രൂപ ഈ ശ്മശാനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ പഞ്ചായത്ത് മാറ്റിവെച്ചത് വെറും 2.5 ലക്ഷം രൂപ. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു ഇതിന് വേണ്ടിയിട്ട് ജനറേറ്ററിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് 9,44,000 രൂപ. 20 വർഷമായി ഒരു ശ്മശാനം വന്നിട്ടില്ല. സർവ്വസാധാരണ അവിടെ 2 സെൻറ്റിലും 3 സെൻറ്റിലും താമസിക്കുന്ന എത്രയോ ഹിന്ദു ഭവനങ്ങളുണ്ട്. ഇപ്പോൾ മെമ്പർമാരുടെ എല്ലാവരുടെയും പോക്കറ്റിലുണ്ടാവും ഐവർ മഠത്തിൽ അവരുടെ കാർഡ്. ഒരു വീട്ടിൽ 2 സെൻറ്റിലും 3 സെൻറ്റിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ ഉടൻ വിളിക്കുകയാണ്, വരണം, സംസ്കരിക്കണം. ഇത്രയൊക്കെ പറഞ്ഞല്ലോ റോഡുകൾ. ഈ റോഡിനും തോടിനും വേണ്ടിയിട്ട് ഈ ഫണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ്റെ ഫണ്ടുകൾ തോടിനും റോഡിനും വേണ്ടി ഉപയോഗിച്ചതാണ്. ഇവർ പറഞ്ഞ ചെറിയ ഇടവഴികൾ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിയത് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന ഈ ഫണ്ടുകളായിരുന്നു. ഇതൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവർ കൃത്യമായിട്ട് ഇതിൻ്റെ ഓഡിറ്റിംഗ് ചെയ്യാത്തത് കൊണ്ട് ഓരോ ഫണ്ടുകളും ബ്ലോക്കായി കിടക്കുകയാണ്. ഇപ്പോൾ നിറമരുത്തൂർ പഞ്ചായത്തിലേക്ക് ഞാൻ പറയാം, കിസാൻ സമ്മാൻ നിധി 1439 കുടുംബങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചിട്ടുണ്ട്. 1439 കുടുംബങ്ങളിലേക്ക് ഈ പഞ്ചായത്തിൽ BJPക്ക് ഒരു അംഗം പോലുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ വിവേചനം കാണിച്ചു എന്നാണ് പറയുന്നത്? ഇനി സുകന്യ സമൃദ്ധി യോജന നിറമരുത്തൂർ പോസ്റ്റ് ഓഫീസിൽ മാത്രം 300ഓളം കുട്ടികൾക്കുണ്ട്. മറ്റു പോസ്റ്റ് ഓഫീസുകളിൽ നിറമരുത്തൂർ പഞ്ചായത്തിലുള്ളവർ ചേർന്നിട്ടുണ്ട്. നിറമരുത്തൂരിലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ മാത്രം 300 കുടുംബങ്ങളിലേക്ക്. ഈ പറഞ്ഞ പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ഇവർ പേര് മാറ്റി ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഗ്രാമീൺ യോജന, വീട് വെച്ചിട്ടുണ്ട്. ജൽജീവൻ മിഷൻ നമുക്കറിയാം. ഇപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ പൈപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിൽ പറഞ്ഞല്ലോ ജൽജീവൻ മിഷൻ. കേന്ദ്രം കൊടുക്കേണ്ട മുഴുവൻ ഫണ്ടും കൊടുത്തു, സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനമോ വെച്ചിട്ടില്ല. പൈപ്പ് തുറന്നപ്പോൾ കാറ്റ് വരും. കാരണം പൈപ്പ് വന്ന് നിൽക്കുകയാണ്, റോഡിൽ കയറി പൈപ്പ് ഇടണം. അതിൻ്റെ ഫണ്ട് വെക്കേണ്ടത് സംസ്ഥാന സർക്കാരും പഞ്ചായത്തും കൂടിയാണ്. ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പക്ഷേ പൊതുജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന എന്താ? കേന്ദ്രം പൈസ തന്നിട്ടില്ല. എന്താ കേന്ദ്രം ഒന്നിനും പൈസ കൊടുക്കാത്തതല്ല, ബാക്കി വെക്കേണ്ട ഫണ്ട് ഇവർ വെക്കേണ്ടതാണ്. അങ്ങനെ അനവധി വികസനമില്ലായ്മ ആ പഞ്ചായത്തിലുണ്ട്. ഈ പറഞ്ഞതൊക്കെ സർവ്വസാധാരണക്കാർക്ക് ചെയ്യാൻ, ഒരു മെമ്പർക്ക് ചെയ്യാൻ പറ്റിയതാണ് ഒരു പഞ്ചായത്ത് ചെയ്തതെന്ന് പറയുന്നത്. ഐമാസ് ലൈറ്റ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചെറുപ്പം മുതൽ കണ്ടുവരുന്നതല്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. സർവ്വസാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആ പഞ്ചായത്തിലേക്ക് വന്ന പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. NDA മുന്നണി പ്രതിനിധിയുടെ വാദഗതികളാണ് നമ്മൾ കേട്ടത്. കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെ NDA സർക്കാരിൻ്റെ പദ്ധതികളാണ് താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ അത് കൃത്യമായി നടപ്പിലാക്കാത്തതിൻ്റെ ഫലമായി ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നതുകൊണ്ട് ഫലപ്രദമായി ആ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ജൽജീവൻ മിഷൻ അതിന് കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭ്യമാക്കിയിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും അവരുടെ വിഹിതം വയ്ക്കാത്തത് കൊണ്ട് അത് മുടങ്ങിക്കിടക്കുന്നു എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇനി അടുത്ത ചോദ്യങ്ങളുടെ സെഗ്മെൻ്റാണ്, ചോദ്യങ്ങളുടെ സമയമാണ്. UDFിൻ്റെ പ്രതിനിധി ഇസ്മായിൽ പുതുശ്ശേരി, അദ്ദേഹം നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വ്യക്തമായി സംസാരിച്ചു. അദ്ദേഹത്തോട് LDFിൻ്റെ പ്രതിനിധികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. LDF. നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് പുതിയടപ്പുറത്ത് ഒരു കുടിവെള്ള പദ്ധതി 53-57 ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്തും കൂടി നടപ്പിലാക്കുകയുണ്ടായി. ആ വെള്ളം ഫിൽട്രേഷൻ പദ്ധതിയാണെന്ന് പറഞ്ഞാണ് വെച്ചത്. പ്രദേശത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും കിട്ടിയിട്ടില്ല. ആ വെള്ളം കുടിക്കാൻ ഉപകരിക്കാത്ത വെള്ളമായിട്ടാണ് ആ പ്രദേശത്തുള്ള മൊത്തം ജനങ്ങളെ ഒരു വികാരം. അതേപോലെ അതിൻ്റെ ആ കിണറിൻ്റെ മുകളിൽ ഒരു ഗ്രില്ല് വെക്കാൻ എന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപയും അതിൻ്റെ മേലെ സോളാർ വെക്കാൻ 4 ലക്ഷം രൂപയും വേറെയും പദ്ധതി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ താറപ്പായിട്ട് മൂടിയ അവസ്ഥയിലാണ് കിണർ കാണുന്നത്. അതൊക്കെ പഞ്ചായത്തിൻ്റെ അറിവോടും പ്രസിഡന്റിൻ്റെ സമ്മതത്തോടു കൂടെ ആണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൂടാതെ 113-ാം നമ്പർ അംഗനവാടി
113 നഗർ അംഗനവാടി കാലപ്പഴക്കം വന്നപ്പോൾ പൊളിച്ചു മാറ്റുകയുണ്ടായി. ആ പൊളിച്ചു മാറ്റിയ കല്ലുപയോഗിച്ച് തന്നെ രണ്ടാമത്തെ പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നത് പഞ്ചായത്തിന്റെ അറിവോടുകൂടിയാണോ അതോ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണോ? പുതിയടപ്പുറം കുടിവെള്ള പദ്ധതി വാസ്തവത്തിൽ നറമരുതൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ്. ആ പ്രദേശത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിട്ട് ഏകദേശം 25 വർഷം കഴിഞ്ഞു. ഈ 25 വർഷമായിട്ട് ഒരു പ്രദേശത്ത് കുടിവെള്ളം നിഷേധിച്ചതിനെ വാസ്തവത്തിൽ അവിടെ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പരിശോധിച്ചതിൻ്റെ പരിണിതിയാണ് ആ കുടിവെള്ള പദ്ധതി. നമുക്കറിയാം, അവിടെ ബഹുമാനപ്പെട്ട കമലൻ ടീച്ചർ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അവിടുന്ന് പ്രദേശവാസികൾ സമരവുമായി വന്നു. എന്നിട്ട് ഈ പൈപ്പ് ലൈൻ ഉണ്ട്, ഇവിടെ ഉണ്ണിയാൽ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതി ഉണ്ട്, അതിൻ്റെ ലൈനൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് വെള്ളം എത്തൂല. അപ്പോൾ വെള്ളം അങ്ങോട്ട് എത്താത്ത രൂപത്തിൽ അവർക്ക് കുടിവെള്ളം നിഷേധിക്കുകയാണ്. തീരദേശത്തുള്ള പുതിയടപ്പുറത്തുള്ളവർക്ക് ഉണ്ണിയാൽ അഴീക്കൽ വരെ വെള്ളം എത്തും, അവിടുന്ന് അങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്ത് എത്തണില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ആ രൂപത്തിൽ കുടിവെള്ളം നിഷേധിച്ച പുതിയടപ്പുറത്തുള്ളവർക്ക് എന്നും ഉപ്പുവെള്ളം കുടിക്കണമെന്നുള്ള ഒരു ശാഠ്യം അന്നത്തെ ഭരണകൂടത്തിനുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രയാസത്തെ നേരിടാനാണ് വാസ്തവത്തിൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അവിടെ കുടിവെള്ള പദ്ധതി കൊടുക്കുന്നത്. അവിടെ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് അത്യാധുനിക രൂപത്തിലുള്ള ഫിൽട്ടർ സംവിധാനം വെച്ച് ഫിൽട്ടർ സംവിധാനം വെച്ചുകൊണ്ടാണ് അവിടെ കുടിവെള്ള പദ്ധതി. മാത്രമല്ല, ഇവർ രാഷ്ട്രീയമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തൽപര കക്ഷികൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപരാധികൾക്കും അവിടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താവില്ല, അങ്ങനെ ഒരു കുടിവെള്ള പ്രശ്നത്തിന് അവിടെ പ്രയാസമുണ്ടെന്ന് പറയില്ല. അതിനകത്ത് കുടിവെള്ള പദ്ധതി എന്ന നിലയ്ക്ക് പുതിയടപ്പുറം കുടിവെള്ള പദ്ധതി എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് വളരെ താല്പര്യത്തോടെ അവിടെ ഉള്ളവർ പോകുമ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ശുദ്ധജലം കിട്ടണ്ടേ, ഞങ്ങൾ പുതിയടപ്പുറത്ത് ആയി എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടിവെള്ളം കൊടുക്കൽ അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ് MP ആയിരിക്കുന്ന സമയത്താണ് അവിടെ കിണറിന് വേണ്ടിയിട്ടുള്ള പൈസ അനുവദിച്ചത്. അങ്ങനെ ആ കിണർ നോക്കിക്കുത്തിയായി നിൽക്കാൻ പാടില്ല. അവിടുത്തെ വെള്ളത്തിന് എന്തെങ്കിലും അയണിൻ്റെ കണ്ടൻറ്റ് കൂടിയെന്നാണ് പറഞ്ഞത്. അതിന് പരിഹാരമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്നത്. വെള്ളത്തിനാണ് അടുത്ത ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കടലിലെ വെള്ളമായാലും ആ കടലിലെ വെള്ളം അല്ലത്, ആ പ്രദേശത്ത് കിട്ടാവുന്ന വലിയ കിണറിൽ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് അത്യാധുനിക രൂപത്തിലുള്ള ഫിൽട്ടർ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ആ വെള്ളം അവിടെ കൊടുക്കുന്നത്. ആ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി ഇന്ന് വരെ പഞ്ചായത്തിൽ എത്തിയിട്ടില്ല. കൃത്യമാണ് താങ്കളുടെ മറുപടി. പിന്നെ അതിനുശേഷം LDF പ്രതിനിധികൾക്ക് ചോദിക്കാനുണ്ടോ? ഇസ്മായിൽ പുതുശ്ശേരിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ. ഇസ്മായിൽ സാഹിബ് വീണ്ടും മൂന്നാമത്തെ കള്ളം പറഞ്ഞ് അംഗനവാടികൾ മുഴുവൻ സ്മാർട്ടാക്കി എന്ന് പറഞ്ഞ് 8 മാസം മുന്നേ ഇസ്മായിൽ സാഹിബിന് ഒരു പരാതി ഇട്ടിരുന്നു. ഒരു അംഗനവാടി പണിയെല്ലാം പൂർത്തീകരിച്ച് കറണ്ട് കിട്ടാത്തതിന് അതിന് ഫണ്ടും വെച്ച് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതി വരെ അതിന് കറണ്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയോ എന്നുള്ള അറിയില്ല. ആ അംഗനവാടി സ്മാർട്ടാക്കി എന്നാണ് ഇപ്പോൾ മുഴുവൻ അംഗനവാടി എന്ന് പറഞ്ഞാൽ അതുപോലെ വരുമല്ലോ. ആ അംഗനവാടി സ്മാർട്ടാക്കി എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കള്ളം. പിന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കാര്യത്തിൽ 45 കൊല്ലത്തെ വികസനം പറഞ്ഞ് 45 കൊല്ലം വികസനം പറയുമ്പോൾ പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ മാതിരിയാണ് പണിയെടുത്തിരുന്നത്. BPL സർട്ടിഫിക്കറ്റിന് വന്ന് കെട്ടുകണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോൾ ഞങ്ങളൊരു സമരം ചെയ്തപ്പോൾ അന്ന് പ്രസിഡന്റ് പറഞ്ഞത് അയാൾക്ക് പണി കൂടുതലായതുകൊണ്ടാണെന്നാണ്. അയാളെ പണി അതാണ്, അയാൾ ന്യായീകരിക്കുന്ന പരിപാടിയാണെന്ന് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം ചോദിക്കാം, ഒറ്റ ചോദ്യം കൂടി. പിന്നെ ശ്മശാനത്തിൻ്റെ കാര്യം കഴിഞ്ഞ ഭരണസമിതി മുഴുവൻ പണിയും പൂർത്തീകരിച്ച് സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ ആവശ്യമായ എല്ലാ കെട്ടിടം ഉണ്ടാക്കി, ചുറ്റുമതിലുണ്ടാക്കി, അതിൻ്റെ കറണ്ട് വലിച്ച് ഒരു ജനറേറ്റർ വാങ്ങാൻ വേണ്ടി 60 മാസം സമയമെടുത്ത് ഈ ഭരണസമിതിക്ക്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതാ നാട്ടുകാരോട് കാണിച്ച ക്രൂരതല്ലേ, അനീതിയല്ലേ എന്ന്. ഈ അംഗനവാടിയിൽ കറണ്ടില്ലാതെ പോയതിൻ്റെ ഉത്തരവാദി പഞ്ചായത്തല്ല. അന്ന് ഈ പഞ്ചായത്തിൽ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട MLA. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അംഗനവാടിയിൽ വേണ്ട അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആ അംഗനവാടി ഉണ്ടാക്കുന്ന ആൾക്ക് നിക്ഷിപ്തമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്ത് ഏതൊരു പഞ്ചായത്തുകൾ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അതിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടേ ഈ അംഗനവാടി ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം നടത്തി. പുതിയടപ്പുറത്ത് അംഗനവാടി ഉദ്ഘാടനം നടത്തി. നമ്മുടെ ശശിമെമ്പറുടെ വാർഡിൽ ബഹുമാനപ്പെട്ട ശശിമെമ്പറുടെ വാർഡിലുള്ള സബ് സെൻറ്റർ ഉദ്ഘാടനം നടത്തി. അങ്ങനെ ഉദ്ഘാടനത്തിന് വേണ്ടി
വേണ്ടി ഉദ്ഘാടനം നടത്തുമ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഒന്നുകിലോ അവർക്ക് വേണം, അല്ലാന്നില്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് വേണം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ അംഗനവാടിയിൽ കറണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ അതിൻ്റെ വയറിംഗ് എല്ലാം കഴിഞ്ഞു. അത് നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് വയറിംഗ് ചെയ്യാൻ പറ്റില്ല. അതിന് ജില്ലാ ഈൻ്റെ പെർമിഷനോട് കൂടിയിട്ടുള്ള ഇത് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ആ കറണ്ട് അവിടെ ലഭിക്കുന്നതിന് കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുള്ളത്. അതിന് പഞ്ചായത്ത് പണ്ട് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാം ചെയ്തു. അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുന്നില്ല. എന്തായാലും അതിന് ശേഷം ബഹുമാനപ്പെട്ട ക്രമറ്റോറിയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ക്രമറ്റോറിയത്തിൻ്റെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഒരിക്കലും അനാസ്ഥ കാണിച്ചിട്ടില്ല. അതിനകത്തൊരു ബൈലോ വേണം. ആ ബൈലോ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അതിന് അംഗീകാരം കിട്ടി വരണം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം ബഹുമാനപ്പെട്ട അന്നൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു, ബിനുരാജ് സെക്രട്ടറി പറഞ്ഞ് ആരാണ് ഇതിൻ്റെ DPR ഉണ്ടാക്കി, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. അതിനകത്തുള്ള അപാകത കൊണ്ടാണ് അത് ക്രമറ്റോറിയം ഇത്രയും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ SC വിഭാഗത്തിന് 2 ശ്മശാനം ഉണ്ട്. അവിടെ ഹൈന്ദവ സഹോദരന്മാർ 3 സെൻറ്റിലും 4 സെൻറ്റിലും താമസിക്കുന്നവർക്ക് ആണ് ഇതിൻ്റെ വലിയ പ്രയാസമുള്ളത്. ഒരു മരണം സംഭവിച്ചാൽ അവർക്ക് പൊതു ശ്മശാനം എന്ന നിലക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു ശ്മശാനം ഉണ്ടാക്കിയിട്ട് അത് നോക്കുകുത്തിയായി കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രയാസമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അത് പരിഹരിക്കുന്നതിന് നമ്മളവിടെ ഗ്യാസ് സിലിണ്ടർ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ടാങ്ക് വെച്ചു. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഒരുക്കി. അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ ഡേറ്റ് തരണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി അതിന് 30-ാം തീയതി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി ഡേറ്റ് തന്നു. ബഹുമാനപ്പെട്ട ശശി മെമ്പറൊക്കെ ഇടപെട്ട് ഡേറ്റ് 30-ാം തീയതി കിട്ടി. 30-ാം തീയതി ഡേറ്റ് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഉദ്ഘാടനത്തിന് സജ്ജമായി എന്നാണല്ലോ. ഉദ്ഘാടനത്തിന് അതിൻ്റെ റൈഡ്കോ ആണ് അതിൻ്റെ നിർവഹണം നടത്തുന്നത്. റൈഡ്കോ എന്ന് പറഞ്ഞു ഇത് ഉദ്ഘാടനത്തിന് 30-ാം തീയതി നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ മന്ത്രി 29-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ പരിപാടി മാറ്റിവെക്കാമെന്ന്. അപ്പോൾ 30-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നുള്ളത് 29-ാം തീയതി താനാളൂരത്തെ പരിപാടിക്കും പങ്കെടുത്തിരിക്കുന്നത്. അങ്ങനെ 30-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി ഡേറ്റ് തന്നു. ആ ഡേറ്റിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് അവസാനം ജനറേറ്റർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ബോഡി വെച്ചാൽ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബോഡി ഒന്നിച്ച് പുറത്തേക്ക് തള്ളുമെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് അവസാനം ഈ DPRൻ്റെ പ്രയാസം കൊണ്ടാണ് അത് അവിടെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്മശാനത്തിൻ്റെ കാര്യത്തിൽ ഒരു അലംഭാവവും ഭരണസമിതി കാണിച്ചു. BPL സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥന് നിക്ഷിപ്തമാണ്. അദ്ദേഹം അത് കൊടുക്കും. പക്ഷേ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഒരു പഞ്ചായത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് അവിടെ പോയി ഇടപെട്ട് അവിടെ സംഘർഷം ഉണ്ടാക്കലല്ലല്ലോ വേണ്ടത്, അവിടെ സമാധാനത്തിന്റെ വാക്കുകളല്ലേ പറയേണ്ടത് എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇസ്മായിൽ പുതുശ്ശേരിയോട് NDA പ്രതിനിധികൾക്ക് വല്ല ചോദ്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. പഞ്ചായത്തിൽ ഏറ്റവും നല്ല വികസനമാണ് UDF കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വികസനപരമായിട്ട് നീങ്ങുന്ന കേന്ദ്ര ഫണ്ടുകൾ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്. അർബൻ റൂറൽ മിഷനിൽ വന്ന പൈസ ഇപ്പോൾ 15 കോടി ഇവിടെ പറഞ്ഞു. ഈ പൈസ ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം ഫണ്ടുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി പുതുശ്ശേരി വെളിപ്പെടുത്തണം. ഒരു കാര്യം കൂടി ചോദിക്കണം. നമ്മളെ പറഞ്ഞ് നിറവേറ്റൂർ പഞ്ചായത്തിൽ എല്ലാ അംഗനവാടികളും AC വെച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയും. നിറമരുതൂർ പഞ്ചായത്തിൽ കേസിൽ നിൽക്കുന്ന ഒരു 24 അംഗനവാടികൾ ആയിക്കോട്ടെ. അതേപോലെ തന്നെ നമ്മൾ കോട്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന 24 അംഗനവാടികളും അതിൽപ്പെട്ടതാണോ? അതും കൂടി വിശദീകരിക്കണം. ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ വന്ന ഉടനെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഫണ്ട് വേണം. പഞ്ചായത്തിൻ്റെ അടിസ്ഥാന ഫണ്ട് കുറഞ്ഞൊരു പഞ്ചായത്താണ്, തനത് ഫണ്ടൊക്കെ കുറഞ്ഞ പഞ്ചായത്താണ്, അതുകൊണ്ട് കുറച്ച് ഫണ്ട് വേണം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് റൂർബൻ മിഷൻ്റെ ഫണ്ടുണ്ട്, അത് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്താൽ ഫണ്ടിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കേണ്ട, അവിടെ കടുത്ത പ്രതിസന്ധിയാണെന്നാണ് പറഞ്ഞത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ റൂർബൻ്റെ ഫണ്ട് പരമാവധി യൂട്ടിലൈസ് ചെയ്താലെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 2019 ഇത് ലഭിച്ചിട്ട് ആകെ നമ്മുടെ ഭരണസമിതി ചെയ്തത് ഒരു 90 ലക്ഷം വെച്ചിട്ട് സ്ട്രീറ്റ് മെയിൻ വലിക്കുക ചെയ്തത് ഏകദേശം 15 കോടിയിൽ. അതിനുശേഷം അത് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അടയിരിക്കുക എന്ന് പറയും.
അങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ വെച്ച പോലെ ഇരിക്കുമ്പോഴാണ് നമ്മളത് തട്ടി പുറത്തെടുത്ത് അത് ചെയ്യണമെന്ന രൂപത്തിൽ ഇപ്പം നമ്മളെ പിന്നെ ഉണ്ണിയാൽ അഴീക്കൽ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു അഴീക്കൽ ഉണ്ണിയാൽ അഴീക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രൊജക്റ്റാണ്. ഇപ്പോൾ ഏകദേശം 5.5 കോടി രൂപ റൂർബൻ മിഷൻ അതിന് വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറയുന്നത്, നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാകുമായിരുന്ന ഒരു പ്രൊജക്റ്റ് പ്രസിഡന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യത്തിലൊന്നും നമ്മൾ അലംഭാവം കാണിച്ചിട്ടില്ല. ഒരു അംഗനവാടിയുടെ ഒരു വിഷയം കൂടി അദ്ദേഹം സൂചിപ്പിക്കണം പറഞ്ഞു. അംഗനവാടി ഞാൻ പറഞ്ഞല്ലോ, അംഗനവാടി പറഞ്ഞു. വാടക ക്വാർട്ടേഴ്സിൽ അംഗനവാടി പിന്നെ അതിന് അവിടെ പ്രവർത്തിക്കാൻ സ്ഥലം കിട്ടായിട്ട് നമ്മൾ ഇടപെട്ട് താനാളൂരിലുള്ള ഒരാളെ കൊണ്ട് അവിടെ നമ്മളെ പൊതുപ്രവർത്തകനൊന്നും ഇടപെട്ടിട്ട് കിട്ടുന്നില്ല. മാത്രമല്ല അവിടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അവിടെ അത് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉള്ളതല്ല. അത് എന്താ പറയുക, അംഗനവാടിയിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ. അത് അവരുടെ ബന്ധുക്കൾക്കുള്ള നിയമനം എന്നുള്ള നിലക്ക്, സ്ഥലം കൊടുത്ത ആളുകൾക്കുള്ള നിയമനം എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ 9 എന്താ പറയുക കാറ്റഗറി ചെയ്തിട്ടുള്ള അതിനകത്തുള്ള ഒരു ആൾക്കാണ് കിട്ടുക. ആ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രയാസങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കുട്ടിയുടെ കൂടെയാണ്. പഞ്ചായത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലം കിട്ടാതെ വന്നു. അംഗനവാടിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ബഹുമാനപ്പെട്ട MLA ആണ് ഫണ്ട് അനുവദിച്ചതിൻ്റെ പ്രവർത്തനം. അത് കുറേ കാലം ഇങ്ങനെ നീണ്ടുപോയി എന്നുള്ളതൊന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രയാസമല്ല ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാത്തത്. സാഷ്ടാണ്, അതിൽ സംശയമൊന്നുമില്ല. ആര് വികസനം നൽകിയാലും അത് സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അഭിമാനത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വനിതാക്കൾക്ക് ജിമ്മ് ഞങ്ങളിതാ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിരാലംബരായ വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്നവർ, ഭൂമി ഇല്ലാത്തവരുടെ ആൾക്കാർ മരിച്ചാൽ അടക്കം ചെയ്യാൻ ഒരു ശ്മശാനം ആണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് അഭിമാനത്തോട് പറയാൻ സാധിക്കാത്ത പോയത് ഈ ഭരണത്തിൻ്റെ വൈകല്യം തന്നെയല്ലേ? അത് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയാം. ക്രമേറ്റോറിയത്തിന്റെ പണി പൂർത്തീകരിച്ച് മന്ത്രിയുടെ ഡേറ്റ് വാങ്ങി എന്നുള്ളത് വലിയ അഭിമാനമാണ്. ഈ ക്രമറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിന് ഡേറ്റ് ബഹുമാനപ്പെട്ട മന്ത്രി അതല്ല ക്രമറ്റോറിയത്തിന്റെ അല്ല പണി അതിന്റെ ഇത് തർക്കത്തിനല്ല, പണി തർക്കത്തിനല്ല. ഇതിനകത്ത് ക്രമറ്റോറിയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു അലംഭാവം കാണിച്ചിട്ടില്ല. ക്രമറ്റോറിയവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് 30-ാം തീയതി നമ്മൾ ഒരു സെക്കൻഡ് ഇതില് പരിപൂർണമായിട്ടും പരിപൂർണമായിട്ടും ഉത്തരവാദിത്തം UDF-ന് മാത്രമല്ല LDF-നും കൂടിയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പേ നാട്ടുകാർ ആസൈഡിനടക്കമുള്ള ആൾക്കാരെ ഇറങ്ങി പുറപ്പെട്ട് പണം പിരിച്ച് ഏൽപ്പിച്ചതാണ് പഞ്ചായത്തിനെ. 21 സെൻറ്റ് സ്ഥലം കൊല്ലപറമ്പിൽ വേലോടിൻ്റെ അടുത്ത് നാട്ടുകാരെ പിരിച്ചു കൊടുത്താൽ 20 വർഷം ഇവർ ഭരിച്ചിട്ട് അതെന്താ ഉണ്ടായത് എന്ന് നാട്ടുകാർക്ക് 5 വർഷം ഭരിച്ചിട്ട് ഇവർ പറയാൻ കാരണം ഒരു ഡ്രാമ നടത്തിയതാണ്. കാരണം ഇതാ ഞങ്ങൾ ഉദ്ഘാടനം നടത്താൻ പോകുന്നത് പൊതുജന സമക്ഷത്തിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്ന് അത് ഉദ്ഘാടനം നിശ്ചയിക്കപ്പെട്ടത്. പക്ഷേ ഒരു മന്ത്രിയുടെ ഡേറ്റ് കിട്ടാതെ വന്നാൽ ആ ഉദ്ഘാടനം നടക്കണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ മന്ത്രിയുടെ പേരിൽ നിങ്ങൾ അങ്ങോട്ടും പറയും, ഇപ്പുറത്തെ കാര്യത്തിൽ ഇവരിങ്ങോട്ടും പറയും. അങ്ങനെ സാധാരണ ഹൈന്ദവ ജനതയ്ക്ക് അത് അപ്രാപ്യമായി കിടക്കുന്നതിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. സംഘാടക സമിതി ചേർന്നു വിശദീകരിച്ച കാര്യമാണ് അത് നമ്മൾ സംഘാടക സമിതി ചേർന്നു 30-ാം തീയതി നമ്മൾ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് അവിടുത്തെ പ്രദേശവാസികളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെ തീരുമാനിച്ചു പോയതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് 30-ാം തീയതിയിലത്തെ ഡേറ്റ് നീട്ടിയത്. അത് നീട്ടിയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് അല്ലല്ലോ അതിൻ്റെ ഉത്തരവാദി. ഓക്കെ ഇനി കൂടുതൽ സദസ്സിൽ നിലവിലുള്ളത് പ്ലീസ് നമ്മുടെ KT ശശിയോടുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ ഒരുപാട് സമയപരിധി മനസ്സിലാക്കണം. KT ശശിയോട് നേരത്തെ പഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച കുറെ വാദങ്ങളുണ്ട്. KT ശശിയോടുള്ള ചോദ്യങ്ങൾ. 10 വർഷം സംസ്ഥാനത്തിന്റെ ഭരണമുണ്ടായിട്ടും നമ്മുടെ മണ്ഡലത്തിലെ MLA ഒരു മന്ത്രിയായിരുന്നിട്ട് പോലും പുതിയടപ്പുറം 1-ാം വാർഡിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ ക്രിമിനീഡിയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. കാരണം 1-ാം വാർഡിൽ ഒരു മെമ്പർ ഇടപെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും സംയുക്ത സംരംഭത്തിൽ ഒരു കുടിവെള്ള പദ്ധതി അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, ഫിൽട്രേഷൻ സംവിധാനത്തോട് കൂടിയിട്ട്. അതിലിപ്പോൾ അവർ പറയുന്നത് ഗ്രില്ല് സ്ഥാപിച്ചിട്ടില്ല എന്നാണ്. ഗ്രില്ലിന് ഇപ്പോൾ ഈ കഴിഞ്ഞ പദ്ധതിയിൽ നമ്മൾ ഫണ്ട് അനുവദിച്ച് ആ ഗ്രില്ലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രില്ല് അതിൻ്റെ മുകളിൽ സ്ഥാപിക്കും. അതേപോലെ തന്നെ
അതേപോലെ തന്നെ ഒരു അംഗനവാടി 113 നമ്പർ അംഗനവാടി 15 ലക്ഷം രൂപ വകയിരുത്തി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഉദ്ഘാടനം കഴിക്കേണ്ട അംഗനവാടിയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ അത് ഉദ്ഘാടനം കഴിക്കും എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ആ അംഗനവാടി തടയാനുണ്ടായ കാരണം. ഒരു മിനിറ്റ്, അതിന്റെ കോൺട്രാക്ടർ പഴയ കല്ല് വെച്ചിട്ടുള്ളത് സത്യമാണ്. അയാൾ ആ പഴയ കല്ല് എടുത്തു മാറ്റി പുതിയ കല്ല് വെച്ച് അതിന്റെ പ്രവർത്തനം പഴയ കല്ല് എടുത്തു മാറ്റി പഴയ കല്ല് പുതിയ കല്ല് വെച്ച് അതിന്റെ പ്രവൃത്തി ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടും പറയാം പഴയ കല്ല് മാറ്റി പുതിയ കല്ല് വെച്ച് പ്രവർത്തനം ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടും അതിന്റെ പ്രവർത്തനം തടഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത ചോദ്യം CPM-ന്റെ പ്രതിനിധിയോടാണ്. 10 വർഷം ഭരണം കയ്യിലുണ്ടായത്. 10 വർഷം ഭരണം കയ്യിലുണ്ടായിട്ട് ആദ്യം ഈ മന്ത്രി വി അബ്ദുറഹ്മാന് പുതിയ കടപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ അവർക്ക് കൊടുത്തൊരു വാഗ്ദാനാണ്, ഞാൻ 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നു. 10 വർഷം അദ്ദേഹം 5 വർഷം മന്ത്രിയായിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പുതിയ പദ്ധതിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനെന്താണ്? പിന്നെ ഒരു മിനിറ്റ്, ഒരു ചോദ്യം കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഒരു മിനിറ്റ്, നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ പ്രതിനിധികൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അവർ വിശദീകരിക്കുന്നതിനപ്പുറം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും വിശദീകരണത്തിന് മുതിർന്നാൽ നമ്മുടെ സമയം കഴിയും, നമുക്കെല്ലാം ചർച്ച ചെയ്യണം. അതുകൊണ്ട് ശശിയേട്ടനുള്ള ചോദ്യം, മന്ത്രി ഉറപ്പു നൽകിയ കുടിവെള്ള പദ്ധതികൾ പൂർണ്ണമായില്ല, മറുപടി പറയൂ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സഹിഷ്ണുതയാണ്. ഞാൻ പറയുന്നത് അതില് പ്രിയമുള്ളവരെ ഒരു മിനിറ്റ്, നമ്മുടെ സംസാരിക്കും. ഓരോ കക്ഷികളോടാണ് ചോദ്യം. ഇപ്പൊ ഇസ്മായിലാക്കാനോട് ചോദ്യം ചോദിച്ചു, ഇസ്മായിലാക്ക മറുപടി പറഞ്ഞു. ഇന്നോടും ചോദിക്കേണ്ട ചോദ്യമാണ്. ബഹുമാന്യനായ നമ്മുടെ ഷഹദുൽ മെമ്പർ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവിടെ തന്നെ പറഞ്ഞതാണ് ഈ വിഷയത്തിന് കാരണം. അതിലൊരൊറ്റ കാര്യമേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു പോകാം. അതിനെന്തിനാണ് നമ്മളിങ്ങനെ ഭയപ്പെട്ടു പോണത്? മന്ത്രി വന്നിട്ട് ഞാനിരിക്കുന്ന വേദിയിൽ തന്നെയാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാമെന്ന് പറഞ്ഞത്. ആ കുടിവെള്ള പദ്ധതി താനൂർ നിയോജക മണ്ഡലത്തിൻ്റെ കുടിവെള്ള പദ്ധതിയാണ്. അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. നേരത്തെ നമ്മുടെ NDAയുടെ ആൾക്കാർ ഇവിടെ പറഞ്ഞ പോലെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടുള്ള കുടിവെള്ള പദ്ധതി നടക്കുന്നുണ്ട്. അതിനാവശ്യമായ ടാങ്ക് 18 ലക്ഷം രൂപ ചെലവഴിച്ച് ഉണ്ണിയാലെങ്കിൽ ടാങ്കിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈനിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി വലിയ പാടം വഴി നരിയേറക്കുന്നെന്ന് പൈപ്പ് കൊണ്ടുവരണം. അത് റോഡ് കട്ട് ചെയ്യാതെ റെയിൽവേൻ്റെ പെർമിഷൻ മേടിച്ച് കൊണ്ടുവരണം. ചെറിയമുണ്ടം പഞ്ചായത്തിനകത്ത് അതിലൊരു തർക്കം നിൽക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്തിനാണ് നമ്മൾ ഈ അറിഞ്ഞ കാര്യങ്ങൾ ഉറക്കം നടിക്കുന്നതിനാ? ആ പ്രശ്നം കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളം എവിടെ എത്തണം? ഉണ്ണിയാൽ ടാങ്കിൽ എത്തണം. ആ ഉണ്ണിയാൽ ടാങ്കിൽ നിന്നാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ എല്ലാ ഭാഗത്തിട്ടുണ്ട്. അത് പുതികടപ്പുറത്തേക്ക് വിവേചനമല്ല. നെറമരുതൂർ പഞ്ചായത്തിനകത്ത് ഏറ്റവും കുടിവെള്ളം പ്രശ്നം നിലനിൽക്കുന്നത് ഒന്ന് എവിടെയാണ്? പുതിയടപ്പുറത്താണ്. 2 ഉണ്ണിയാലിലാണ്. മറ്റൊന്ന് തേവർക്കടപ്പുറത്താണ്. മറ്റൊന്ന് ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന 3-ാം വാർഡിനകത്താണ്. ഇന്ന് എൻ്റെ സഹോദരൻ പ്രതിനിധാനം ചെയ്യുന്ന 2-ാം വാർഡിനകത്താണ്. തൊട്ടപ്പുറത്ത് 15-ാം വാർഡിലാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. അതിലൊരു പ്രശ്നം, ഒരു അഭിപ്രായ ഭിന്നത ഉള്ളത്, 5000 കോടി രൂപ ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. ഇത് സത്യമാണ്. അപേക്ഷ കൊടുത്തത് ഒറ്റയ്ക്കല്ലല്ലോ. ഈ കേരളത്തിൽ എല്ലാവരും കൂടി അപേക്ഷ കൊടുക്കുന്നത് നമ്മൾ മീഡിയകളിൽ കണ്ടതാണ്. ഞാനതൊരു വാദഗതിക്ക് വേണ്ടി പറയല്ല. ആര് കുത്തിയാലും അരി വെളുത്താൽ മതി. നമ്മൾ പരിശോധിക്കേണ്ടത് അതുമാത്രമാണ്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ MP ആയിരുന്ന
നമ്മുടെ ഈ അഹമ്മദ് സാഹിബാണ് ആദ്യമായിട്ട് അതിന് 15 ലക്ഷം 20 ലക്ഷം രൂപ വെച്ചിട്ട് കിണറുണ്ടാക്കിയത്. ആ കിണറുണ്ടാക്കിയപ്പോഴുള്ള പ്രശ്നം എന്താ? ആ വെള്ളം കുടിക്കാൻ കഴിയണില്ല. ആ വെള്ളം കുടിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെക്കുകയാണ്, എന്നിട്ടും വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് എന്തോ കുറച്ച് ഫണ്ട് വെച്ചു, എന്നിട്ടും കുടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ പിന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം അത് എന്താണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇപ്പോഴും ആ വെള്ളത്തിന് പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ നിരവധി തവണ പറഞ്ഞതാണ്, ഈ പുതിയടപ്പുറം പ്രദേശത്ത് വലിയ തോതിലേക്ക് ഭിന്നശേഷിക്കാരുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്തെന്നുള്ളത് പരിശോധിക്കണം എന്ന് ഞാൻ പലപ്പോഴും സൗഹൃദത്തിൻ്റെ പേരിൽ പറയാറുണ്ട്. സൗഹൃദമാണ് അതെനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ പോകുന്നത് പുതിയടപ്പുറത്തേക്കാണ്. അത് വലിയൊരു അബദ്ധമാണ്. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അയണിൻ്റെ അളവ് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പരിഹാരമുണ്ടാകണം. ഇന്നും ആ വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ തർക്കം. നമ്മൾ ഈ രാഷ്ട്രീയം പറയുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ജയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തേണ്ടത്. ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചർച്ച നടത്തേണ്ടത്. ആ ചർച്ചയായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ജനങ്ങളുടെ മുമ്പാകെ നമുക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയേണ്ടെന്ന്. പിന്നെ അംഗനവാടിയുടെ കാര്യത്തിൽ ഇത് പിന്നെ ഒരു സഹതുള്ള മെമ്പർ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട, പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് എടുക്കേണ്ട, ഞാൻ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട. ആ കോൺട്രാക്ടർ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ നിറമരുതൂർ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹൈടെക് എന്ന് പറയുന്ന എന്താണ് പറയുക ഇത് ശൗചാലയം, ആ ശൗചാലയത്തിൽ ബഹുമാനപ്പെട്ട ഷൗക്കത്താണ് അവിടുത്തെ PTA പ്രസിഡന്റ്. ഇപ്പോൾ ഇയാൾ അവിടെയും ചെയ്തത് നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച കല്ലെടുത്താണ്ട് കയറ്റി. ഒരു കരാറുകാരൻ ഇത് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണ്ടേ? അതിനപ്പുറത്തേക്ക് ചെയ്തത് എന്താ? അവിടുന്ന് പൊളിച്ചു മാറ്റിയ കമ്പി കൊണ്ടുപോയി അടിച്ച് നിരത്തി ലെവലാക്കിയിട്ട് ഡിൻഡൽ വാർത്തു. അതിൻ്റെ ബാക്കി കമ്പിയായിട്ട് മെയിൻ സ്ലാബ് വാർക്കാൻ വന്നപ്പോൾ ആളുകൾ കണ്ടു, തടുത്തിട്ടാണ് ആ കമ്പിയായിട്ട് തിരിച്ചു പോയത്. എന്തിന് നമ്മൾ ഇതിന് ആരെങ്കിലും പങ്കാളിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങളൊരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഒരു അൺഫിറ്റായ സാധനം കല്ല്, ആ കല്ല് 62 കല്ല് അതിൽ കയറിയിട്ടുണ്ട്. ആ 62 കല്ല് കയറി ആർക്കാ നഷ്ടം? കരാറുകാരൻ പ്ലാസ്റ്ററിങ് നടത്തിയിട്ടാണ്ട് പോകും. നാളെ നമ്മുടെ കുട്ടികളാണ് അതിൻ്റെ ഉള്ളിൽ പഠിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി പരിഹരിക്കുന്നതിന് പകരം നമ്മളത് വിവാദത്തിലേക്ക് കൊണ്ടുവരില്ല വേണ്ടത്. അയാൾ ചെയ്തത് തെറ്റാണ്, അത് ബോധ്യപ്പെടണം നമുക്ക് എല്ലാവർക്കും. ഒന്നാമത് ഉപ്പ് കാറ്റ് തട്ടുന്ന പ്രദേശത്തെ കല്ല, ഉപ്പ് വെച്ച കലം പോലെ എന്ന് പറഞ്ഞ പോലെ ആ കല്ല് ദ്രവിച്ചു പോകുന്ന കല്ല. കരിങ്കല്ലാണെങ്കിൽ പ്രശ്നമില്ല, കരിങ്കല്ലിന് പഴക്കമില്ല എന്നാണ് പറയുക എഞ്ചിനീയറിംഗ് വിഭാഗം. പക്ഷേ ഇത് പഴക്കമുള്ളതാണ്. അതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഇതായിട്ട് എല്ലാവരും കൂടി ചേർന്ന് പരിഹരിച്ച് നമുക്ക് അതൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം ആ കാര്യത്തിൽ. താങ്ക് യു. ശശിയേട്ടനോട് അടുത്തൊരു ചോദ്യം. നമസ്കാരം. സഹിഷ്ണുതൻ്റെ കാര്യം ശശിയേട്ടൻ പറഞ്ഞത് വളരെ നന്നായി. കാരണം അവരുടെ അണികൾക്ക് അത് പ്രത്യേകമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ലീഡർ ഇവർ അണികളായി മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ കളവ് പറഞ്ഞ് അല്ലെങ്കിൽ ശശിയേട്ടൻ കള്ളനാണ് അങ്ങനെ കളവ് പറഞ്ഞെന്നുള്ള നിലവാരം കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോകുമ്പോൾ കാണേണ്ടവരാണ്. പിന്നെ ഇവിടെ പറഞ്ഞു ഈ ബഡ്സ് സ്കൂളിന് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിടുമ്പോൾ അതിന് പണി തീരാത്തത് കൊണ്ടാണ് അങ്ങനെ പേരിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേഹവും ദേഹിയും എന്നുള്ള 2 വാക്കുകളാണ് നമ്മൾ പിന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഒബ്ജക്റ്റാണ്, ഒന്ന് നാച്ചുറലാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫ് മിഷന് ദേഹവും ഇല്ല ദേഹിയും ഇല്ല. ലൈഫ് മിഷൻ എന്നൊരു പദ്ധതി ഇവിടെ കൊടുത്തിരിക്കണം. അതിന് ആദ്യം തന്നെ പേരിട്ടിക്കണ് ശശിയേട്ടാ. ഇതിന് ദേഹമെങ്കിലും ആയിക്കഴിഞ്ഞു, കാരണം ബീജം ഉണ്ടായല്ലോ, പറമ്പ് വാങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിയോജനക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ലൈഫ് മിഷന് പേരിട്ടത് ആലോചിച്ചില്ല എന്നുള്ളൊരു സംശയം ഉണ്ട്. അതിനൊന്നും മറുപടി മനസ്സിലായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ലൈഫ് മിഷന് ഒരു പദ്ധതിക്ക് നിങ്ങൾ പേരിട്ട് ആ പേര് ഒന്നുപോലും നടപ്പിൽ വരുത്താതെ, പക്ഷേ ഈ ഒരു സംഭവത്തിന് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേര് ഒരു മിനിറ്റ് എനിക്കത് ഡിക്ലെയർ ചെയ്യണം. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം. അതുകൊണ്ട് ഈ പദ്ധതിക്ക് പേരിടുമ്പോൾ ആദ്യം തന്നെ പേരിട്ടിട്ടാണ് മിഷൻ തുടങ്ങിയത്. പേരിട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട സദസ്സ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്, ആവശ്യമില്ലാതെ ഇടപെടണ്ട. ഇത് പറയട്ടെ, ഇവര് ഫൈസൽ പറയട്ടെ. ഏറ്റവും നല്ല ഒരു പഞ്ചായത്ത് പിന്നെ കോൺഫറൻസ് ഹാളിന് EK നായർ പേരിട്ട് അത് നിലവിലുള്ള ഭരണസമിതിയെ നല്ല ഗ്ലാമറാക്കി നല്ല ഉഷാറാക്കി ഇപ്പോൾ. പക്ഷെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിട്ടപ്പോൾ മാത്രം അതിന് ദേഹം ദേഹി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങിയത്. ഒന്നുമില്ലാത്തൊരു സാധനം ഉണ്ട് ഇവിടെ ലൈഫ് മിഷൻ. അതിന് പേരിട്ടോ എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചില്ല എന്നുള്ളതിന് മറുപടി. ഇവിടെ അണികളും നേതാവും ഇല്ല. ഇവിടെ നമ്മളെല്ലാവരും സഹോദരങ്ങൾ തന്നെയാണ്. എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു എന്താ പറയുക, ഒരു ശീലമുണ്ട്.
ആരുടെ പ്രശ്നമാണോ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കാൻ തന്നെ നമ്മൾ ശീലിച്ചു വന്നത്. അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതകാലത്തിൽ അവസാനം വരെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അത് ഫൈസൽ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ അണികൾ പറയുന്ന എല്ലാ കാര്യവും അല്ലെങ്കിൽ മറ്റൊരാൾ അണി അല്ലാത്ത പറയുന്ന പിന്നെ നല്ല കാര്യവും തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു ശീലം എനിക്കില്ല. ഞാൻ എന്നെ നന്നാക്കി പറയല്ല, എൻ്റെ ശീലം അതല്ല. അപ്പോൾ അതുകൊണ്ട് ആരാണോ തെറ്റ് ചെയ്തത് അവർ തെറ്റുകാരനാണെന്ന് എപ്പോഴും പറയാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ തെറ്റുകൾ കുറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിടണം. അതിലാർക്കാ തർക്കമുള്ളത്? ആ കൊടുത്തത് വാക്കാൽ പറഞ്ഞതല്ല, രേഖപ്രകാരം ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് മുമ്പിൽ കൊടുത്ത് അതിൻ്റെ കോപ്പി ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഇത് നാളെ നെഞ്ചത്തേക്ക് എടുക്കുന്ന റബ്ബർ ബന്ധാന്ന് ഞങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ CH മുഹമ്മദ് സാഹിബിനെ അവഗണിച്ചു എന്ന് പറയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്താ ചെയ്തത്, അത് എഴുതി തയ്യാറാക്കി. അതിൻ്റെ വാചകം എനിക്ക് നന്നായിട്ടറിയാം. CH മുഹമ്മദ് കോയ സാഹിബ് ഈ സംസ്ഥാനത്തിനകത്ത് ആദരിക്കപ്പെടേണ്ട മനുഷ്യനാണ്, മുഖ്യമന്ത്രിയായ മനുഷ്യനാണ്, ഒരുപാട് നല്ല കാര്യത്തിന് തുടക്കം കുറിച്ച ആളാണ്. അദ്ദേഹത്തെ ആദരിക്കപ്പെടണം. ആദരിക്കപ്പെടുന്നത് ഇത്തരത്തിലേക്ക് ശൂന്യതയിലുള്ള ഒരു കെട്ടിടത്തിനാകരുത്. എന്ത് വന്നാലും ആ കെട്ടിടത്തിന് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിടണം എന്നാണ് അതിൻ്റെ കണ്ടന്റ്. അത് തന്നെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു തർക്കമില്ല. കോപ്പിൻ്റെ അടുത്തുണ്ട്. അതിൽ ഇപ്പോഴും പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, അതിന് യോഗ്യമായ പേര് CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേര് തന്നെയാണ്. അതിൽ ആർക്കാ തർക്കമുള്ളത്? ഫൈസലിന്റെ ചോദ്യം ഞാൻ അതിന് മറുപടി പറയാം. ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ഫൈസലെ അത് 4 മിഷനാണ്. മിഷൻ മീൻസ് 4 ലക്ഷ്യമാണ്, 4 പ്രവർത്തന മേഖലയാണ്. അതൊന്ന് ആർദ്രം പദ്ധതി, ആരോഗ്യ മേഖലയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആർദ്രം മേഖലയ്ക്ക്, ആരോഗ്യ മേഖലയ്ക്ക്. മറ്റൊന്ന് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. മറ്റൊന്ന് ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള പദ്ധതി, ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി. അതാണ് ലൈഫ് മിഷൻ. അല്ലാതെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള പേരല്ല. അത് പ്രകാരമാണ് 5 ലക്ഷം ആളുകൾക്ക്, നമുക്ക് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും 5 ലക്ഷം വരുന്ന ആളുകൾക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ 6,36,000 അപേക്ഷ വന്നു. അവർക്കൊക്കെ 4 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞിട്ട് 72,000 രൂപ ആരുടെ ഫണ്ടാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. ബാക്കിയുള്ളത് ത്രിതല പഞ്ചായത്തുകളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടി ഫണ്ട്, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ത്രിതല പഞ്ചായത്തുകളിൽ അവരുടെ വിഹിതമാക്കി മാറ്റിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ നമ്മുടെ അതിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? 6,36,000 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ നമുക്കതിലൂടെ കഴിഞ്ഞു. 2,72,000 പേർക്ക് ഭൂമി വാങ്ങാൻ 2 ലക്ഷം രൂപയുടെ ഭൂമി വാങ്ങാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വലിയ വ്യാപ്തിയുള്ള, അതല്ല, അതൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഒരു വലിയ വ്യാപ്തിയുള്ള, വലിയ വ്യാപ്തിയുള്ള ഒരു താങ്കൾ സംസാരിക്കാം. ലൈഫ് പദ്ധതി തുടങ്ങുമ്പോഴാണ് ആ പേരിടുന്നത്. ലൈഫ് എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ആ പേരിടുന്നത്. ഒരുപാട് സമയം കിട്ടിയിരുന്നു. പ്ലീസ് ഞാൻ പറയുന്നത് ഒരുപാട് സമയമുണ്ട്. ഫൈസൽ സാർ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ NDAയുടെ പ്രതിനിധി അദ്ദേഹം നേരത്തെ സംസാരിക്കുന്നതിനിടയ്ക്ക് താങ്കളോട് കൂടി ചോദിച്ച ചോദ്യമാണ് ക്രിമിറ്റോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം, ശ്മശാനത്തിന്റെ വിഷയം. പറയൂ. അത് ഞാൻ ആ ചോദ്യം ഏറ്റെടുത്ത് പറയാണ്. ക്രിമിറ്റോറിയത്തിന് 2024 23 സെന്റ് സ്ഥലം മേടിക്കുന്നത്. അതിൽ പൂർവ്വ എന്താ പറയുക സൂരികളായിട്ടുള്ള 2004 2004 ഞാൻ ഉദ്ദേശിച്ച കേട്ടോ. അപ്പോൾ അതിൽ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തവരുണ്ട്, ഉള്ളവരൊക്കെ സഹകരിച്ചുകൊണ്ടാണ് മേടിച്ചത്. അതിൽ ആദ്യം നമ്മളൊരു പദ്ധതി തയ്യാറാക്കി. അവിടെ നമുക്ക് ചൂള വെക്കുന്ന പദ്ധതിയാണ്. നമുക്ക് ഈ സംവിധാനം ഇല്ല, ഗ്യാസ് ക്രിമിറ്റോറിയങ്ങൾ വന്നിട്ടില്ല. ചൂള വെക്കുന്ന സംവിധാനം ഉണ്ടാക്കി. ആ ചൂള വെക്കുന്ന സംവിധാനത്തിൽ നമ്മളവിടെ ചൂള വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുകയുടെ ശല്യം കൊണ്ട് പരാതി ഉണ്ടായി. അപ്പോൾ നമ്മളത് നിർത്താൻ വേണ്ടിയിട്ട് എന്തടക്കി നമ്മൾ കുഴിമറ ചെയ്യൽ തുടങ്ങി. കുഴിമറ ഒരു 18-19 ആളെ ചെയ്തപ്പോൾ പറഞ്ഞു അവിടുത്തെ കുടിവെള്ള പ്രശ്നം വരും, അതുകൊണ്ട് അത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളെ മുന്നിൽ ഒരു ഗ്യാസ് ക്രിമിറ്റോറിയക്ക് ഒന്ന് മംഗലത്താണോ വേറെ എവിടെയോ ആണ് ഞാൻ അന്ന് പോയി. അന്ന് ഞങ്ങളെല്ലാവരും കൂടി പോയി. അന്ന് പ്രസിഡന്റ് ഉണ്ടോയെന്നറിയില്ല, അന്നത്തെ കക്ഷികളൊക്കെ ഇവിടെ പോയി ആ ഗ്യാസ് ക്രിമിറ്റോറിയം കണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ ശുചിത്വ മിഷൻ നമുക്ക് ഫണ്ട് തരാമെന്ന് പറഞ്ഞു. ശുചിത്വ മിഷൻ ഫണ്ട് വരാമെന്ന് പറഞ്ഞപ്പോഴാണ് റൂർബൻ മിഷൻ്റെ ഫണ്ട് വരുന്നത്. അതിൽ 75 ലക്ഷം രൂപ അതിൽ വകയിരുത്തി താനാളൂരിനെയും നിറമരുതൂരിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഫണ്ട് വരുന്നത്. അത് 2019 2020 ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം ഉണ്ടാക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ട്രയലും നടത്തിയപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ട്രയൽ നടത്തി അതിൻ്റെ പൈപ്പ്, മേലേക്കുള്ള പുക പോകുന്ന പൈപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്നില്ല. അത് സ്ഥാപിക്കുന്ന സമയത്താണ് എന്ത് വന്നത്?
തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഞങ്ങൾ പരാജയപ്പെട്ട് പുറത്തേക്ക് പോകണത്. ആ പരാജയപ്പെട്ട് പുറത്തേക്ക് പോയപ്പോൾ പിന്നീട് വന്നത് UDFൻ്റെ ഭരണസമിതിയാണ്. ആ ഭരണസമിതി വന്ന് ട്രയൽ നടത്തി അവിടെ വെച്ചു. പിന്നെ ബൈലോൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, ഒരു ബൈലോ അംഗീകരിച്ചു കൊടുക്കുന്നതിന് നമ്മൾ 60 മാസക്കാലം കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബൈലോ അംഗീകരിക്കുന്ന കാര്യത്തിൽ അപാകത വന്നു. പിന്നെ ഈ എന്താണ് പറഞ്ഞത്, DPR എന്ന് പറഞ്ഞാൽ 60 മാസം മുമ്പ്, അതായത് 2021 ഈ DPRൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, അന്ന് തന്നെ ഇതിൻ്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ധൃതിയിലുള്ള അല്ലെങ്കിൽ നല്ല പോലെയുള്ള ഒരു ഇടപെടൽ നടത്തിയായിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട അരുണുണ്ട് ഇവിടെ ഇരിക്കുന്നു, ബഹുമാനപ്പെട്ട ദാസേട്ടനുണ്ട് ഇവിടെ ഇരിക്കുന്നു. പിന്നെ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാനുണ്ട്, അവിടുത്തെ VK ശശി എന്ന് പറയുന്ന ആളുണ്ട്. ഇവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈ ആള്, അതായത് റെയ്ഡ്കോൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ 2 മാസം കൊണ്ട് ഇവിടെ ബോഡി വെക്കാൻ പറ്റില്ല. അരുൺ അത് നിൽക്കുന്ന സാക്ഷിയാണ്, ഇല്ല എന്ന് പറയട്ടെ. അപ്പൊ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വെച്ച സാധനം 2 മാസം കൊണ്ട് പിന്നെ അവിടെ ബോഡി അടക്കം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അരുൺ ഒരു ചോദ്യം ചോദിച്ചു, അല്ല എന്നോട് ഞങ്ങൾ എല്ലാവരും നിൽക്കുമ്പോൾ ഇനി ഉദ്ഘാടനം ചെയ്തിട്ട് ഞങ്ങൾ ഈ ബോഡി ആയിട്ട് ഇവിടെ കാത്തുക്കണമെന്ന് ചോദിച്ചു. അരുണല്ല നിൽക്കുന്നത്, ഞാൻ മുഖത്ത് നോക്കിയിട്ടല്ല പറയുന്നത്. അപ്പോൾ സ്വാഭാവികം എന്താണ്, ഇത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വീണ്ടും പേരുദോഷം വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നാലും ഉദ്ഘാടനം ചെയ്യാമെന്ന് വെച്ചു. 2 കാരണങ്ങൾ. മിനിസ്റ്റർ 30-ാം തീയതി ഒന്നും ഇവിടെ ഇല്ല, ബാംഗ്ലൂർ തന്നെയായിരുന്നു. മിനിസ്റ്റർ 2ാമത്തെ ഇത് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്തോ ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്താലും, ഇപ്പോഴും ഞാൻ പറയുന്നു, അത് ഉദ്ഘാടനം ചെയ്താലും അതിൻ്റെ സാങ്കേതികത്വം കൃത്യമായിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് വരും. മനുഷ്യ ശരീരമാണ് കൊണ്ടുപോയി വെക്കുന്നത്. അതിലെന്തെങ്കിലും തകരാറ് വന്നാൽ, ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതിയുള്ളൂ. അത് ഒരബദ്ധം വന്നാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബോഡി കൃത്യമായിട്ട് കത്തിപ്പോകാതിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരണം, ഇതിലും വലിയൊരു അവസ്ഥയിലേക്ക് അത് പോകും എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഉദാഹരണം അല്ല, നേരിട്ടുള്ള കാഴ്ച. ഞാനത് കേട്ടപ്പോൾ അവിടെ തർക്കം തുടങ്ങിയപ്പോൾ ഞാൻ ആ ശ്മശാനത്തിൻ്റെ അവിടെ നിന്ന് പോരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അരുണ് സാക്ഷിയാണ്, ദാസേട്ട സാക്ഷിയാണ്, എല്ലാവരും സാക്ഷിയാണ്. പറയരുത്, പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. ഒരു മിനിറ്റ്, നമുക്ക് മനസ്സിലായി. കൃഷ്ണകുമാർ KP നമുക്ക് സ്വാഭാവികമായിട്ട് 25 കൊല്ലല്ല, 25 കൊല്ലത്തിൽ 2004 ഭൂമി വാങ്ങിച്ചു. അതിനവിടെ എന്തുണ്ടാക്കി? അന്ന് ഗ്യാസ് ക്രിമിറ്റോറിയോ വൈദ്യുതി ശ്മശാനമൊന്നും അന്ന് നമ്മുടെ ഇവിടെ ഇതിലില്ല, അതിനാവശ്യമായ ഫണ്ടും ഇല്ല. പിന്നെ ശുചിത്വ മിഷനാണ് നമുക്ക് ഫണ്ട്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ചുറ്റുമതിൽ കെട്ടി, കിണറുണ്ടാക്കി, അവിടെ പിന്നെ 2 അറകളുമായി, അതായത് ബോഡി നമ്മൾ തീച്ചൂളയിൽ വെക്കുമ്പോൾ 2 കുഴി ഉണ്ടാക്കണം, അതുണ്ടാക്കി. അതിൻ്റെ മേലെ നമ്മൾ എന്തുണ്ടാക്കി? ബിൽഡിംഗ് ഉണ്ടാക്കി. മഴയത്ത് പോലും അടക്കം ചെയ്യാൻ, അതായത് ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. അതവിടെ പ്രശ്നം പരാതിയായപ്പോഴാണ് അവിടെ നിർത്തിവെച്ചത്. പിന്നെ നമ്മൾ കുഴിമറിയാണ് ചെയ്തത്. മഴക്കാലത്ത് അവിടെ ചെയ്യാൻ കഴിയില്ലല്ലോ, വെള്ളം നിൽക്കല്ലോ, അതാണ് അവിടുത്തെ പ്രശ്നം. KT ശശിയുടെ ചോദ്യങ്ങളോടുള്ള മറുപടിയും കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് കൃഷ്ണകുമാർ KP, അദ്ദേഹവും നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചു. കൃഷ്ണകുമാർ KPയോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ LDFന്റെ പ്രതിനിധികൾക്ക്, കൃഷ്ണകുമാർ KPയോട് NDA പ്രതിനിധികളോട് ചോദിക്കാനുണ്ടെങ്കിൽ, ഇല്ല, UDFന്റെ പ്രതിനിധികൾക്ക് കൃഷ്ണകുമാർ KPയോട് NDA പ്രതിനിധിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഈ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പഞ്ചായത്തിലെ വികസനം മുഴുവനും നടത്തിയിട്ടുള്ളത് എന്നാണ് BJPൻ്റെ പ്രതിനിധി പറഞ്ഞത്. പക്ഷേ പഞ്ചായത്തിന് ചില ഫണ്ടില്ല. പഞ്ചായത്തിന് പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിട നിധി മറ്റുള്ളതും കിട്ടുന്ന ഏറ്റവും കുറവുള്ളൊരു പഞ്ചായത്താണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ തരുന്ന പിന്നെ ഫണ്ടുകൾ തന്നെയാണ് പഞ്ചായത്ത് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ കാര്യക്ഷമമായി അത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവ്. അത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഭരണസമിതി ആ 2 ഫണ്ടുകളും വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ചോദ്യം, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഫണ്ടുകൾ തന്നെയാണ് ഒരു നാടിൻ്റെ അടിസ്ഥാന വികസനത്തിന് ഉപയോഗിക്കേണ്ടത്. ഈ ഫണ്ടെല്ലാം തന്നെ നാട്ടിലെ പൗരന്മാരുടെ നികുതിപ്പണമായി ഉയർന്നു വരുന്നതാണ്, പല രീതിയിൽ ലഭിക്കുന്നതാണ്. അത് ഫലപ്രദമായി ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് എവിടെയെങ്കിലും നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം കേന്ദ്ര ഫണ്ടാണെന്നുള്ളത്? ഞാൻ മുഴുവനായിട്ട് അല്ല ആവശ്യമുണ്ട്. ഞങ്ങളെപ്പോഴത്തെ ആൾക്കാരോട് നിങ്ങൾ പറയണം. അല്ല നിങ്ങൾ മറച്ചു വെക്കുന്നതുകൊണ്ടാണല്ലോ, നിങ്ങൾ മറച്ചു വെക്കുന്നോണ്ടാണ്. നിങ്ങൾ മറച്ചു വെക്കുന്ന അല്ല പറയട്ടെ ദാസേട്ടാ, നിങ്ങളത് അല്ലല്ല, നിങ്ങളിപ്പോ ശ്മശാനത്തിന് ഉദ്ഘാടനം പറഞ്ഞു. നിങ്ങൾക്കറിയോ 60,70,000 രൂപയാണ് ശ്മശാനത്തിന്. 25 വർഷമായി പഞ്ചായത്ത് രൂപീകൃതമായിട്ട്. അത് കേന്ദ്ര ഫണ്ടാണ്. 60,70,000 രൂപ. ഈ തോട് കെട്ടി, തോടായ തോട്, ചെറിയ റോഡുകൾ ഉണ്ടാക്കി, ഇതൊക്കെ ഈ ശ്യാമപ്രസാദ് മുഖർജി റൂറൽ മിഷനാണ്. അല്ല അത് പറയണം. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു പരിപാടിക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? അതിൻ്റെ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണല്ലോ, നിങ്ങൾ അകറ്റിയെടുത്തല്ലേ ഇത്, അല്ലേ? അപ്പോൾ ഇതൊക്കെ കറക്റ്റ് അല്ലല്ല. ഈ തോട് ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ നാട്ടിൽ ഞങ്ങളുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് മാത്രമാണ് ഈ പരാതി പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്നത്. അല്ല നിങ്ങൾ നിങ്ങൾ വികസനം നടത്തിയെന്ന് പറയുന്ന പ്രധാന
ഇനി പറയട്ടെ, ശ്മശാനത്തിന്റെ കാര്യത്തിൽ ശ്മശാനത്തിന്റെ കാര്യത്തിൽ ചർച്ച വന്നു പറഞ്ഞ് ആ ശ്മശാനത്തിന് പരിപൂർണമായിട്ട് ഇവരോടൊപ്പം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം ഞാൻ അവിടെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അതിന്റെ കരാറുകാരൻ പറയാണ്, ഇനിയിപ്പോൾ നാളെ പേര് നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാം, സ്വിച്ച് ഓൺ ചെയ്യണമെന്ന്. സ്വിച്ച് ഓൺ ചെയ്താൽ ബോഡി സംസ്കരിക്കണ്ടേ, അത് ഇനിയും കുറെ കാലതാമസം വരുന്നു. 25 അല്ല ഈ സെക്കൻഡ് വരെ ഒരു ബോഡി അവിടെ വെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ വേദന ഇവർ ആലോചിക്കണം. ഇവർ ചെറിയ റോഡ് ടാർ ചെയ്യാൻ, ഒരു ചെറിയ ഇടവഴി ടാർ ചെയ്യുമ്പോൾ അവിടെ ഉദ്ഘാടനം. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും, ഇടതുപക്ഷവും വലതുപക്ഷവും യാതൊരുവിധ ഇതും കൊടുത്തിട്ടില്ല അതിന് ക്ലിയർ. വേറെ ചോദ്യങ്ങളുണ്ടോ? ഒറ്റ ചോദ്യം. PMAY പ്രധാനമന്ത്രി ആവാസ് യോജന, അതിൽ വർഷങ്ങളായിട്ട് നമ്മളെ പഞ്ചായത്തിലേക്ക്, നമ്മളല്ല കേരളത്തിലേക്ക് ഫണ്ട് വരുന്നില്ല. അത് നിങ്ങളുടെ ഒരു വിവേചനമല്ലേ? ഒരിക്കലും അല്ല, വിവേചനമല്ലെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഫണ്ടിന് അതിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കണ്ടേ സർക്കാരിന്? ഇപ്പോൾ ഈ ജൽജീവൻ മിഷൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു, എന്ത് 5000 കോടി രൂപയ്ക്ക് കൊടുത്തു. ആദ്യം വരുന്ന ഗഡു, ആ ഗഡു ചിലവാക്കിയാൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്താൽ അടുത്ത ഗഡു വരും. ഏതിനാണ് കണ്ട തടസ്സം വന്നിട്ടുള്ളത്? അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്. തീർച്ചയായും നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റുകൾ ചോദ്യവും രണ്ടാമത്തെ സെഗ്മെന്റും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾ, കൃത്യമായ ചോദ്യങ്ങൾ, കഴിയാവുന്ന രീതിയിൽ അവരുടെ നിലപാടുകൾ അവർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. താങ്കൾ ഇരിക്കൂ. മനസ്സിലായി വിഷയം അല്ല. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ സുഹൃത്തെ, അല്ലല്ല, ഒരു മിനിറ്റ്. പിന്നെ സുഹൃത്തെ ഒരു മിനിറ്റ്. നമ്മൾ ഇത് വിവാദമാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകരുത്. പ്ലീസ്. അല്ലല്ല, ഇരിക്കൂ. വിവാദമാകുന്ന കാര്യങ്ങൾ അല്ലല്ല. കൃത്യമായി നമുക്ക് ചോദിക്കാൻ സമയമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സെഗ്മെന്റിന്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമുണ്ടായിരുന്നു. നിങ്ങൾ ഇരിക്കൂ. അല്ല, പറയും. ഇരിക്കൂ. അല്ലല്ല, അത് ഞാൻ നേരത്തെ തന്നെ കൃത്യമായി നമ്മൾ ഈ ചർച്ച നിങ്ങൾ ഇരിക്കൂ. പറയും. ഇരിക്കൂ. നമ്മൾ കൃത്യമായി നേരത്തെ തന്നെ നമ്മുടെ നിലപാട് കൃത്യമായി വിശദീകരിച്ചതാണ്. നിങ്ങൾ എല്ലാവർക്കും സമയം നൽകിയതാണ് ചോദിക്കാൻ. അതെല്ലാം പൂർത്തീകരിച്ച് വേറൊരു സെഗ്മെന്റ്, അതിന്റെ അന്തിമ സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അതിലേക്ക് കടക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. ഒരുപാട് പേർ കൂടിയിരിക്കുന്ന ഒരു വേദിയാണ്. അതിന്റെ പരിമിതി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഈ അവസാന സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഓരോ മുന്നണിയും വളരെ വാശിയേറിയ പോരാട്ടത്തിനാണ് നിറമരുത്തൊരു വേദിയൊരുങ്ങുന്നത് എന്ന് വളരെ പക്വതികളായെങ്കിൽ കൂടി തന്നെ ഈ വേദിയിൽ സംസാരിക്കുന്നവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാന സെഗ്മെന്റിലേക്ക് കടക്കുന്ന മുമ്പ് ഓരോ മുന്നണികളും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി വിശദീകരിക്കുന്നു. അതിനുശേഷം പഞ്ചായത്ത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവസാന സെഗ്മെന്റിൽ നമ്മൾ ഇനി നാളെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ കുറഞ്ഞ വാക്കുകൾ വിശദീകരിക്കാനുള്ള സമയമാണ്. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി. പെട്ടെന്ന്. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകളെയും അതുപോലെ തന്നെ വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ഇവിടുത്തെ കുട്ടികളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ച ഭരണമുന്നണിയാണ് കഴിഞ്ഞ 5 വർഷം ഭരിച്ചത്. നമുക്കറിയാം ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വിഷയം
ചതുപ്പ് പ്രദേശമാണ്. ഇതുപോലൊരു പഞ്ചായത്ത് കാണണമെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ പോകണം. കുന്നോ ചെരുവുകളോ മലമ്പ്രദേശമൊന്നും ഇല്ലാത്തൊരു പഞ്ചായത്താണ്, തീർത്തും ചതുപ്പ് പ്രദേശം. ആ പ്രദേശത്തിൻ്റെ വെള്ളക്കെട്ടാണ് അവിടുത്തെ കർഷകരെ ബാധിക്കുന്ന വലിയ വിഷയം. അവിടുത്തെ വെള്ളക്കെട്ടാണ് 3 സെൻറ്റിലും 5 സെൻറ്റിലും ഒക്കെ താമസിക്കുന്ന പാവങ്ങളുടെ വിഷയം. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രയാസം കൊണ്ട് ഗ്രാമപഞ്ചായത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കനോലി കനാൽ നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഒരു കനാലാണ്. ആ കനാലിലേക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള ഈ കർഷകരുടെ പ്രയാസവും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ കുറേ കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചു, ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു. അതുപോലെ തന്നെ ഈ ചെറിയ 3 സെൻറ്റിലും 5 സെൻറ്റിലും വീട് വെച്ചവർക്ക് വെള്ളം കൊണ്ട് പ്രയാസമുണ്ടായി. ഇത് വളരെ ശാസ്ത്രീയമായി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോട് കൂടിയിട്ട് നമ്മുടെ നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നമുക്ക് ഈ വെള്ളം മുഴുവനും കനോലി കനാലിലേക്ക് ഒഴുക്കി വിടാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ തുടങ്ങി വെച്ച കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇത് പൂർത്തീകരിക്കലാണ് നിറമേതിർ പഞ്ചായത്തിൻ്റെ അടുത്ത വരുന്ന UDF ഭരണസമിതിക്ക് ഏറ്റവും മുന്നിലുള്ള പ്രധാന വിഷയം. താങ്ക് യു ഇസ്മായിൽ പുതുശ്ശേരി. പ്രിയപ്പെട്ട KT ശശി, താങ്കൾ വീണ്ടും ഇടതുപക്ഷം ഒരു അധികാരം ഒരു ഭരണം ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. താങ്കളുടെ നിലപാടുകൾ വീണ്ടും ഭരണത്തിൽ വന്നാൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ന് നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു മുരടിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണുന്ന രീതിയിലേക്കുള്ള ഇടപെടലാണ് ആദ്യമായിട്ട് നടത്തുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അവർക്ക് തെങ്ങ് കർഷകർക്ക് കൊടുക്കുന്ന വളം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളമായിട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിലവിൽ നേരത്തെ താനാളൂർ പഞ്ചായത്തും അതുപോലെ തന്നെ ഇപ്പോൾ ഒഴൂർ പഞ്ചായത്തും വെട്ടം പഞ്ചായത്തും ഒക്കെ ഇപ്പോൾ തുടരുന്ന രീതിയിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവർ ചെയ്യുന്നത് കർഷകരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് ആവശ്യമായ സബ്സിഡിയർ തുക ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. കർഷകർ അതാണ് ആഗ്രഹിക്കുന്നത്. ഞാനും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഗ്രാമസഭകളിൽ അത് വലിയ തോതിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിലേക്ക് തന്നെ തുടരാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഇന്ന് വയോജനങ്ങളാണ്. അക്കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. വയോജനങ്ങളുടെ ടൂർ കൊണ്ടുപോയി അതൊക്കെ പ്രശംസനീയം തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. അപ്പോൾ അവർക്ക് ഒന്ന് കൂടിയിരിക്കാൻ ഒരു പകൽ വീട് പോലുള്ള വയോജന വിശ്രമ കേന്ദ്രം പോലുള്ള സ്ഥാപനങ്ങൾ വലിയ തോതിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളിക്കാനും ഉല്ലസിക്കാനും ആവശ്യമായ ബഡ്സ് സ്കൂൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പ്രത്യേകമായി അവരുടെ കഴിവ് തെളിയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം പഞ്ചായത്തിനകത്ത് കൃത്യമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വീട് പുനരുദ്ധാരണത്തിൻ്റെ കാര്യത്തിലാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഓരോ വീടുകളാണ് നമ്മൾ പുനരുദ്ധാരണത്തിന് കൊടുക്കുക. അത് പോരാ. അതിൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ഇരിക്കുന്നവർക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വീട് പുനരുദ്ധാരണവും പൂർത്തീകരണവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി കുടുംബങ്ങൾക്ക് അവർക്ക് താമസിക്കുന്ന വീടിൽ സുരക്ഷിതമായിട്ട് അന്തിയുറങ്ങാനുള്ള ഒരു പ്രവർത്തനം അതിനകത്ത് കൊണ്ടുവരും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഗതാഗത സൗകര്യമില്ലാത്ത മേഖലകളിൽ ജനങ്ങളെ കൃത്യമായിട്ട് ഇടപെടുത്തി സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും ഗതാഗത സൗകര്യം എത്തിച്ചു കൊടുക്കുക തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സങ്കല്പത്തിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്കകത്തുണ്ട്. അതെല്ലാം ഞങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ജനകീയമായ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ്. ഇടതുപക്ഷ നിലപാടുകൾ KT ശശി വിശദീകരിച്ചു. BJPയുടെ പ്രതിനിധി കൃഷ്ണകുമാർ KP പറയൂ. ഇതിനകത്തെ ഒരു സെക്കൻഡ് രണ്ട് മുന്നണികളും അവരുടെ വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്ന് പ്രധാനമായിട്ട് പറയാനുള്ള, ഇവർ രണ്ടാളും ഇപ്പോഴും 25 വർഷമായിട്ട് ഭരിച്ചിട്ട് ഇവർ ശ്മശാനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒന്ന്, ആ പഞ്ചായത്തിന് ഞങ്ങൾക്ക് ഒരു അംഗമെങ്കിലും ഉണ്ടായാൽ ആദ്യം ഞങ്ങൾ ആ ശ്മശാനം യാഥാർത്ഥ്യമാക്കും, സംസ്കരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കും. 2, നമ്മുടെ സ്കൂളുകളെ ഹൈടെക്കാക്കും. 3, നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരുപാട് കായിക താരങ്ങളുണ്ട്, അവരെ ഉയർത്തി കാണിക്കും. സകല മേഖലകളിലേക്കും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വിരോധവും ഇതുമില്ലാതെ യാതൊരു ഇടനിലക്കാരുമില്ലാതെ നേരിട്ട് അവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. ഓരോ തെരഞ്ഞെടുപ്പുകളും സാധാരണ പൗരന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളാണ്. ആ യാത്രകൾക്കുള്ള പൂർത്തീകരണമാകട്ടെ ഇത്തരം സാർത്ഥകമായ സംവാദങ്ങൾ എന്ന് ആഗ്രഹിക്കുകയാണ്. ജപ്പാൻ സ്ക്വയർ, ഗ്രേസ് റെസിഡൻസി, വെട്ടം ടെലിവിഷൻ, ജനാധിപത്യം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾക്കും നന്ദി, നമസ്കാരം. വെട്ടം ടെലിവിഷൻ, ജനാധിപത്യം, രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ.